നമസ്കാരം. മനുഷ്യൻ ചരിത്രം എഴുതി തുടങ്ങുന്നതിന് കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഭൂമിയിൽ പലതും നടന്നിട്ടുണ്ട്. ഈ കാണുന്ന ഭൂപ്രകൃതി ഇങ്ങനെയായി തീരുന്നതിന് മുമ്പ് തന്നെ ഇവിടെ പലതും സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ ഇതൊക്കെ മനുഷ്യനുണ്ടാവുന്നതിന് മുമ്പായതിനാൽ ഇതിനൊന്നും രേഖകളില്ല, തെളിവുകളില്ല എന്നൊന്നും കരുതിക്കളയരുത്. പക്ഷേ ഈ രേഖകളൊക്കെ എഴുതിയത് ഒരു ചരിത്രകാരനല്ല, ഒരു രാജാവുമല്ല. അത് നമ്മുടെ ഭൂമി തന്നെയാണ്. തീർച്ചയായും ഭൂമി തന്നെയാണ് ആദ്യത്തെ ഹിസ്റ്റോറിയൻ. ഭൂമിയിൽ നടന്നിട്ടുള്ള സകല മാറ്റങ്ങളും ഒരു ഡയറി പോലെ തന്നെ ഭൂമി തന്നെ എഴുതി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. തെളിവുകൾ അവശേഷിപ്പിക്കാതെ ഒന്നും ഇവിടെ നിന്നും കടന്നു പോയിട്ടില്ല. പർവ്വതങ്ങൾ ഉയർന്നു വന്നതും ഭൂഖണ്ഡങ്ങൾ പിളർന്നതും സമുദ്രങ്ങൾ ജനിച്ചതും പിന്നെ ഇല്ലാതായതും അഗ്നിപർവ്വതങ്ങൾ പൊട്ടിത്തെറിച്ചതും ജീവിവർഗങ്ങൾ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായതും ഇതൊന്നും തെളിവുകളില്ലാതെ കടന്നു പോയിട്ടില്ല. ഭൂമി സകലതും എഴുതി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ചില കഥകൾ പാറകളുടെ പാളികളിൽ, ചിലത് മണ്ണിന്റെ അടിയിൽ അടിഞ്ഞു കിടക്കുന്ന ഫോസിലുകളിൽ, മറ്റു ചിലത് സമുദ്രത്തിന്റെ അടിത്തട്ടില്. ചില രഹസ്യങ്ങൾ ഒരു ചെറിയ ജീവിയുടെ പുറംതൊടിൽ പോലും രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരു സൂക്ഷ്മ ജീവി പോലും മരിക്കുന്നതിന് മുമ്പ് താൻ ജീവിച്ചിരുന്ന കടലിന്റെ രഹസ്യം തന്റെ ശരീരത്തിൽ പതിപ്പിച്ചിട്ടാണ് മരിച്ച് ഫോസിലായി മാറുന്നത്. പണ്ടൊരു കാലത്ത് ഒഴുകിയിരുന്ന ഒരു നദിയുടെ പാത ഇന്ന് വരണ്ടു പോയിട്ടുണ്ടാവാം. പക്ഷേ ഇന്നും അവശേഷിക്കുന്ന അതിന്റെ സെഡിമെന്റ്സ് നമ്മോട് ആ നദിയുടെ കഥ പറഞ്ഞു തരും. ഒരു കാലത്ത് കടൽ മൂടിയിരുന്ന അല്ലെങ്കിൽ കടലിന്റെ അടിത്തട്ടിലായിരുന്ന ഒരു സ്ഥലം ഒരുപക്ഷെ ഇന്ന് മരുഭൂമിയായി മാറിയിട്ടുണ്ടാവാം. പക്ഷേ അതിന്റെ അടിയിൽ ഇന്നും കിടക്കുന്ന ഉപ്പ് പാളികൾ നമ്മോട് പറയും, ഒരിക്കൽ ഇവിടെ ഒരു കടൽ ഉണ്ടായിരുന്നു. ചുരുക്കത്തില് ചരിത്രം എന്നത് നമ്മൾ മനുഷ്യൻ എഴുതിയ പുസ്തകങ്ങളിൽ മാത്രമുള്ള ഒന്നല്ല. നമ്മുടെ കാൽ കീഴിലുള്ള ഓരോ പാളി മണ്ണും ഭൂമി എഴുതിയ പുസ്തകത്തിലെ ഓരോ പേജുകളാണ്. ഓരോ പാറകളും ഒരു വരി കഥ നമ്മളോട് പറയും. നാം കണ്ടെത്തുന്ന ഓരോ ഫോസിലുകളും ആ ചരിത്ര പുസ്തകങ്ങളിലെ ഓരോ വാക്കുകളാണ്. നമ്മൾ ചെയ്യേണ്ടത് ഒന്ന് മാത്രമാണ്: ഇതെല്ലാം കണ്ടെത്തി ഒരുമിച്ചാക്കി അത് വായിച്ചെടുക്കുക. പക്ഷെ ഇതൊരു സാധാരണ ചരിത്ര പുസ്തകമല്ല. കാരണം ഇതിനൊരു അവസാന പേജില്ല. ചില അധ്യായങ്ങൾക്ക് കോടിക്കണക്കിന് വർഷങ്ങളുടെ വലിപ്പവുമുണ്ട്. ഭൂമി അതിന്റെ ഓർമ്മകൾ എവിടെയെങ്കിലും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്ന് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ ചരിത്രം തുടങ്ങുന്നതിന് മുമ്പുള്ള ലോകത്തെക്കുറിച്ച് നമുക്ക് എങ്ങനെ അറിയാം എന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ: ഭൂമി ഒന്നും മറന്നിട്ടില്ല. എല്ലാം ഇവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഭൂമി എഴുതിയ ചരിത്ര പുസ്തകത്തിന്റെ ഒരു ചെറിയ പേജ് നമ്മൾ വായിക്കുവാൻ പോവുകയാണ്. ഏകദേശം 6 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഭൂമി എഴുതിയ അത്ഭുതകരമായ ഒരു കഥ. വറ്റി വരണ്ടുപോയ ഒരു കടലിന്റെ കഥ. വെൽക്കം ബാക്ക് ടു ഹിസ്റ്ററീസ് വെയർ ദ പാസ്റ്റ് കംസ് എലൈവ്. മെഡിറ്ററേനിയൻ കടലിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് സ്പെയിനിന്റെ കിഴക്കൻ തീരത്തോട് ചേർന്ന് കിടക്കുന്ന ദ്വീപ് സമൂഹമാണ് ബെലേയാറിക് ദ്വീപുകൾ. ഇക്കൂട്ടത്തിൽ ഏറ്റവും വലുതാണ് മയോർക്ക. 1909 ഫോസിൽ ഹണ്ടറായിട്ടുള്ള ഡൊറോത്തിയോ ബേറ്റിന് ഒരു വിവരം ലഭിച്ചു. മയോർക്കയുടെ കിഴക്കൻ തീരത്തെ പാറക്കൂട്ടങ്ങളിൽ ധാരാളം ഫോസിലുകൾ കാണുന്നുണ്ട്. സമയം കളയാതെ അങ്ങോട്ടേക്ക് ചെന്ന ബേറ്റിന് അവിടെ 3 ഗുഹകളാണ് കാണാൻ സാധിച്ചത്. അവിടെ നിന്നും അതുവരെയും അറിയപ്പെടാത്ത ഒരു വിചിത്ര ജീവിയുടെ താടിയല് ഉൾപ്പെടെയുള്ള തലയോട്ടി അവർക്ക് കിട്ടുകയും ചെയ്തു. എങ്കിലും ആ ജീവിയെ തിരിച്ചറിയാനായിട്ട് അവർക്ക് പറ്റിയില്ല. പിന്നീട് 1915 ചാൾസ് വില്യം ആൻഡ്രൂസ് എന്ന ഗവേഷകനും ഇതേ ജീവിയുടെ കൂടുതൽ ഫോസിൽസ് കണ്ടെത്തി. അവസാനം 2010 ഇതെന്ത് ജീവിയാണ് എന്ന് ഗവേഷകർക്ക് ഉറപ്പിക്കുവാൻ സാധിച്ചത്. തീരെ ഉയരം കുറഞ്ഞ ഒരു കുള്ളൻ ആട് വർഗമായിരുന്നു അത്. മയോഡ്രാഗസ് ബലേയാറിക്കസ് എന്നാണ് അവരതിനെ വിളിച്ചത്. ഗ്രീക്കില് മയോഡ്രാഗസ് എന്ന് പറഞ്ഞാൽ എലിയുടെ വലിപ്പമുള്ള ആട് എന്നാണ് അർത്ഥം. അത്രയ്ക്ക് ചെറിയ ഒരു ആട്. ഒറ്റപ്പെട്ട ഈ ദ്വീപിലെ ഭക്ഷണത്തിന്റെ അഭാവം കാരണം ഈ ആടിന്റെ വലിപ്പം വല്ലാണ്ടങ്ങ് കുറഞ്ഞു പോയതാണ്. നമ്മുടെ കാൽമുട്ടന്റെ അത്ര ഉയരം മാത്രമേ ഈ ആടുകൾക്കുണ്ടായിരുന്നുള്ളൂ. ഇങ്ങനെ ഈ ജീവികൾക്ക് ഉയരം കുറഞ്ഞു വരുന്ന ആ പ്രതിഭാസത്തെ ഇൻസുലാർ ഡ്വാർഫിസം എന്നാണ് നമ്മൾ വിളിക്കുന്നത്. കൂടി വന്നാൽ 50 സെന്റിമീറ്റർ മാത്രം ഉയരം, 25 കിലോഗ്രാം ഭാരം. ഈ ആടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത സാധാരണ മാൻ, ആട് തുടങ്ങിയ ജീവികളുടെ പോലെ വശങ്ങളിലേക്ക് നോക്കുന്ന കണ്ണുകൾക്ക് പകരം നമ്മൾ മനുഷ്യരുടെ പോലെ തന്നെ മുന്നിലേക്ക് നോക്കുന്ന കണ്ണുകളാണ് ഇവർക്കുണ്ടായിരുന്നത്. കൂടാതെ ഈ വായയുടെ താഴെ എലികൾക്കുള്ളതുപോലെ ഒരു ജോഡി ഉളിപ്പല്ലുകളും ഇവയ്ക്കുണ്ടായിരുന്നു. ദ്വീപിലെ പ്രത്യേക സാഹചര്യം കാരണം സാധാരണ യൂറോപ്യൻ ആടുകൾ ഇത്തരത്തിൽ പരിണമിച്ചപ്പോഴുണ്ടായതാണ് ഇപ്പറഞ്ഞ ഈ മയോഡ്രാഗസ് എന്ന കുള്ളൻ ആടുകൾ. ഭക്ഷണക്കുറവുള്ളതുകൊണ്ട് തന്നെ വലിപ്പം കുറഞ്ഞു. ദ്വീപില് മറ്റ് ഇരപിടിയൻ ജീവികൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഭയത്തോടെ ചുറ്റിനും നോക്കിയിട്ട് ഭക്ഷണം കഴിക്കേണ്ട ആവശ്യമൊന്നും ഇവർക്ക് വന്നില്ല. അതുകൊണ്ട് തന്നെ വശങ്ങളിലേക്ക് നോക്കുന്ന കണ്ണുകളും ആവശ്യം വന്നില്ല. മരത്തിന്റെ തൊലിയും ചെടികളും കടിച്ചു മുറിച്ച് കഴിക്കുവാനായിട്ട് ഉളിപ്പല്ലുകൾ രൂപം കൊള്ളുകയും ചെയ്തു. ദ്വീപില് മറ്റ് ശത്രുക്കൾ ഇല്ലാതിരുന്നുകൊണ്ട് തന്നെ ഇവയ്ക്ക് ഓടാനോ എന്തിന് ചാടാൻ പോലുള്ള കഴിവും ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഇവയുടെ വളർച്ച വളരെ മന്ദഗതിയിലായിരുന്നു. ഈ കാരണം കൊണ്ട് തന്നെ 27 വർഷം വരെയും ആയുസും ഈ കുള്ളൻ ആടുകൾക്കുണ്ടായിരുന്നു. ഏതാണ്ട് 50 ലക്ഷം വർഷങ്ങൾ സ്വയം പരിണമിച്ച് ഈ ദ്വീപിൽ കഴിഞ്ഞുകൂടിയ ഈ ആടുവർഗം
ഏതാണ്ട് 4300 വർഷങ്ങൾക്ക് മുമ്പ് വരെയും ഈ ദ്വീപിലുണ്ടായിരുന്നു. ബിസി 2300 സമയങ്ങളിൽ മനുഷ്യൻ ഈ ദ്വീപിൽ എത്തിയതോടെയാണ് ഈ ജീവികൾ അവിടെ നിന്നും അപ്രത്യക്ഷമായത്. എന്നാൽ ഈ ദ്വീപിലെ അത്ഭുതങ്ങൾ ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. കുള്ളനാടുകളെ കണ്ടെത്തിയ അതേ ഡൊറോത്തിയ ബേറ്റ് തന്നെ 1910 ഇതേ ദ്വീപിൽ നിന്നും മറ്റൊരു ജീവിയെ കൂടി കണ്ടെത്തി. അത് എലിയുടെ വർഗ്ഗത്തിൽപ്പെടുന്ന ഡോർമോസ് വിഭാഗത്തിൽപ്പെടുന്ന തുരപ്പൻ ജീവികളായിരുന്നു. സാധാരണ ഡോർമൈസ് എലികളെക്കാൾ ചെറിയ ജീവികളാണ്. വാലിലെ രോമം കാണുമെന്നതാണ് പ്രത്യേകത. എന്നാൽ ഈ മയോർക്കയിലെ ഡോർമൈസുകൾക്ക് 18 സെന്റിമീറ്റർ വരെയും നീളം ഉണ്ടായിരുന്നു. ഇത് കൂടാതെ പിന്നെ ഒരു 11.5 സെന്റിമീറ്റർ നീളമുള്ള വാല് കൂടി ഇവയ്ക്കുണ്ടായിരുന്നു. കണ്ടു കഴിഞ്ഞാൽ ഒരു ഭീമൻ എലി. ആദ്യം കുള്ളനാട്, ഇപ്പോൾ രാക്ഷസ വലുപ്പമുള്ള എലികൾ. ഇതൊരു മാന്ത്രിക ദ്വീപാണോ എന്ന് പോലും നമ്മൾ സംശയിക്കും. ഹിപ്നോമിസ് എന്ന് പേരുള്ള ഈ കരണ്ട് തീനികൾക്ക് അസാമാന്യ വലിപ്പം വെക്കാനുള്ള കാരണവും ഈ മയോർക്ക ദ്വീപിന്റെ വലിപ്പക്കുറവ് തന്നെയാണ്. ഇത്തരം കാലാവസ്ഥയിൽ വലിയ ജീവികൾക്ക് വലിപ്പം കുറയുകയും ചെറിയ ജീവികൾക്ക് അസാമാന്യ വലിപ്പം വെക്കുകയും ചെയ്യും. ശത്രുക്കൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ സ്വതന്ത്രമായിട്ട് ഭയമില്ലാതെ തിന്ന് തടിച്ചു കൊഴുത്ത് നടക്കുവാൻ സാധിക്കുന്നതുകൊണ്ടാണ് ചെറിയ ജീവികൾക്ക് കൂടുതൽ വലിപ്പം വെക്കുന്നത്. ഇതിനെ ഇൻസുലാർ ജൈജാന്റിസം എന്നാണ് നമ്മൾ വിളിക്കുക. തീർന്നില്ല. ബലേയാറിക് ദ്വീപുകളിലെ അത്ഭുതങ്ങൾ ഇവിടം കൊണ്ടും അവസാനിക്കുന്നില്ല. ഈ ദ്വീപ് സമൂഹത്തിലെ മറ്റൊരു ദ്വീപായിട്ടുള്ള മെനോർക്കയിലെ പാറകളുടെ വിടവുകളിൽ നിന്നും പോൺസ്മോയ എന്ന ഗവേഷകൻ 1981 കണ്ടെത്തിയത് ഭീമൻ മുയലുകളുടെ ഫോസിലുകളാണ്. സാധാരണ കാട്ടുമുയലുകളുടെ 10 ഇരട്ടി വലുപ്പവും 12 കിലോ ഭാരവുമാണ് ഇവയ്ക്കുണ്ടായിരുന്നത്. നുറാലാഗസ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ മുയലുകളുടെ വലുപ്പത്തിന്റെയും കാരണം നമ്മൾ മുമ്പ് പറഞ്ഞ ഇൻസുലാർ ജൈജാന്റിസം അല്ലെങ്കിൽ ഐലൻഡ് ജൈജാന്റിസം എന്ന അവസ്ഥ തന്നെയാണ്. ശരീരം വലുതായിരുന്നെങ്കിലും ഈ ദ്വീപിൽ ശത്രുക്കൾ ഇല്ലായിരുന്നുകൊണ്ട് തന്നെ ചെറിയ കണ്ണുകളും ചെവികളും ഒക്കെയാണ് ഇവയ്ക്കുണ്ടായിരുന്നത്. കൂടാതെ ഇങ്ങനെ ചാടിച്ചാടി നടക്കാനൊന്നും ഇവയ്ക്ക് പറ്റുമായിരുന്നില്ല. ഭൂമിയിൽ ഇതുവരെയും കണ്ടെത്തിയിട്ടുള്ള ഏറ്റവും വലിയ മുയൽ വർഗ്ഗമാണ് ഇപ്പറഞ്ഞ ന്യൂറ ലാഗസ്. വംശനാശം സംഭവിച്ച എന്നാൽ വളരെയധികം പ്രത്യേകതകളുള്ള 3 ജീവികൾ: കുള്ളനാട്, ഭീമൻ എലി, പന്നിയുടെ വലുപ്പമുള്ള മുയൽ. എന്തുകൊണ്ടാണ് മെഡിറ്ററേനിയയിലെ ബലേയാറിക് ദ്വീപുകളിൽ ഇത്രയും വിചിത്രമായിട്ടുള്ള ജീവികൾ ഉണ്ടായത്? ഈ 3 ജീവികളും യൂറോപ്പിലെയും ആഫ്രിക്കയിലൊക്കെയുള്ള ഇതേ വംശത്തിൽപ്പെടുന്ന മറ്റ് ജീവികളിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞത് എന്ന് നമുക്ക് വ്യക്തമാണ്. മെഡിറ്ററേനിയനിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന ഈ ദ്വീപുകളിലേക്ക് ഇവയുടെ പൂർവികര് നീന്തി വന്നതാവാൻ സാധ്യതയില്ല. അങ്ങനെയാണെങ്കിൽ ഈ ദ്വീപും യൂറോപ്പും തമ്മിൽ എന്നെങ്കിലും കരമാർഗം ബന്ധിക്കപ്പെട്ടിട്ടുണ്ടാവാം. അങ്ങനെ നടക്കണമെങ്കിൽ മെഡിറ്ററേനിയനിലെ വെള്ളത്തിന് കാര്യമായ കുറവ് സംഭവിക്കണം. എന്നാൽ ഹിമയുഗത്തിൽ പോലും ഇത്രയധികം വെള്ളം താന്നു പോകാൻ സാധ്യതയില്ല. കിലോമീറ്ററുകൾ താഴ്ചയിലേക്ക് വെള്ളം ഇറങ്ങിപ്പോയാൽ മാത്രമേ ഈ പറഞ്ഞ ആടുകൾക്കും മുയലുകൾക്കും ഇങ്ങോട്ടേക്ക് വരാൻ സാധിക്കുകയുള്ളൂ. അതിൻ്റെ അർത്ഥം എന്താണ്? അതെ, ഒരിക്കൽ മെഡിറ്ററേനിയൻ വറ്റിയിട്ടുണ്ട്. വെള്ളം കുറയുകയല്ല, പൂർണ്ണമായും വറ്റിയിട്ടുണ്ട്. എപ്പോഴാവും അത് സംഭവിച്ചിട്ടുണ്ടാവുക? ഈ 3 വിചിത്ര ജീവികളുടെ ഏറ്റവും പഴക്കമുള്ള ഫോസിൽസ് എന്നത്തെയാണോ അതിനു മുമ്പ്? അങ്ങനെ ഈ 3 ജീവികളുടെയും ഫോസിൽസ് പഠിച്ചപ്പോൾ വിചിത്രമായിട്ടുള്ള ഒരു കാര്യം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഏതാണ്ട് 59 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് ഈ 3 ജീവികളുടെയും പൂർവികർ ഈ ദ്വീപുകളിൽ എത്തിപ്പെട്ടിരിക്കുന്നത്. അതായത് ഏതാണ്ട് ഒരേ സമയത്ത്. അപ്പോൾ ആ സമയത്ത് ഇവിടെ കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട്. മെഡിറ്ററേനിയൻ പൂർണ്ണമായിട്ടും വറ്റിയിട്ടുണ്ട്. ശേഷം ഒരു മഹാപ്രളയം വന്ന് ഈ സമുദ്രത്തെ മൂടിയിട്ടുണ്ട്. ഒരു വരൾച്ച, ഒരു പ്രളയം. അങ്ങനെ മെഡിറ്ററേനിയൻ വറ്റി വരണ്ടിട്ടുണ്ടെങ്കിൽ, പിന്നെ ഒരു മഹാപ്രളയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഭൂമി അത് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടാവും. കല്ലായിട്ടോ മരമായിട്ടോ ഫോസിലായിട്ടോ ഭൂമി അത് എഴുതി സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. തെളിവ് നമ്പർ 1. 1960കളിൽ മെഡിറ്ററേനിയൻ കടലിൽ എണ്ണ നിക്ഷേപങ്ങൾ കണ്ടെത്തുവാനായിട്ട് അനേകം പര്യവേഷണങ്ങൾ നടന്നിട്ടുണ്ട്. എന്നാൽ 61 മെഡിറ്ററേനിയന്റെ അടിത്തട്ടിൽ നടത്തിയ സോണാർ മാപ്പിങ്ങിൽ ഗവേഷകർ വിചിത്രമായിട്ടുള്ള ഒരു കാര്യം കണ്ടെത്തി. കടലിന്റെ അടിത്തട്ടിൽ നിന്നും വീണ്ടും ഒരു 100 മീറ്റർ താഴെയായിട്ട് ശബ്ദ തരംഗങ്ങളെ അതിശക്തമായിട്ട് പ്രതിഫലിപ്പിക്കുന്ന വലിയൊരു ലെയർ, ഒരു പാളി മറഞ്ഞു കിടപ്പുണ്ട്. കിഴക്ക് ലെബനോൻ മുതൽ പടിഞ്ഞാറ് സ്പെയിൻ വരെ, വടക്ക് സിസിലി മുതൽ തെക്ക് ലിബിയ വരെയും ഇത് കൃത്യമായിട്ട് തന്നെ കിടപ്പുണ്ട്. സോണാർ ശബ്ദ തരംഗങ്ങൾ ഈ നിഗൂഢമായിട്ടുള്ള പാളിയിൽ തട്ടിയിട്ട് അതിശക്തമായിട്ട് തിരിച്ച് പ്രതിഫലിച്ചതുകൊണ്ടാണ് ഈ പാളിയെ എം റിഫ്ലക്ടർ എന്ന് പേരിട്ട് അവർ വിളിച്ചത്. ഒരു പക്ഷേ ഇത് അഗ്നിപർവ്വത സ്ഫോടനത്തിലൂടെ രൂപപ്പെട്ട ബസാൾട്ട് ശിലകളോ അല്ലെങ്കിൽ വിചിത്രമായിട്ടുള്ള ചുണ്ണാമ്പ് കല്ല് പാളികളോ ഒക്കെ ആകാം എന്നൊക്കെയാണ് തുടക്കത്തിൽ നമ്മൾ കരുതിയത്. അവസാനം 1970 ഓഗസ്റ്റിൽ ഗ്ലോമർ ചലഞ്ചർ എന്ന ഡ്രില്ലിംഗ് കപ്പല് ഈ പാളി തുരന്നിട്ട് കോർ സാമ്പിൾസ് പുറത്തെടുത്തപ്പോഴാണ് കാര്യം പിടികിട്ടിയത്. എം റിഫ്ലക്ടർ എന്ന് പറഞ്ഞ ആ പാളിയിലുള്ളത് ഏറ്റവും മുകളിൽ ജിപ്സം, പിന്നെ താഴെ കല്ലുപ്പ്, കൂടാതെ ധാരാളം ആൻഹൈഡ്രേറ്റ് ലവണങ്ങളും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇത്തരം ആൻഹൈഡ്രേറ്റുകൾ 35 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ നേരിട്ട് സൂര്യപ്രകാശമേറ്റ് കൊടും ചൂടിൽ പൊള്ളിക്കിടക്കുന്ന വരണ്ട സ്ഥലങ്ങളിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. വറ്റി വരണ്ട് കിടക്കുന്ന നദികളിലൊക്കെയാണ് ഇത് ഉണ്ടാവുക. അതായത് ഇന്ന് കിലോമീറ്റേഴ്സ് വെള്ളത്തിന് താഴെ കിടക്കുന്ന ഈ മെഡിറ്ററേനിയൻ സമുദ്രത്തിന്റെ അടുത്തിട്ട്
ഒരു കാലത്ത് കൊടും ചൂടില് നേരിട്ട് സൂര്യപ്രകാശം ഏറ്റ് കിടന്നിരുന്ന ഒരു വരണ്ട മരുഭൂമിയായിരുന്നു എന്ന് ഉറപ്പാണ്. മറ്റൊരു രീതിയിൽ പറഞ്ഞാല് മെഡിറ്ററേനിയൻ കടലിന്റെ അടിത്തട്ടില് ഏതാണ്ട് 3 കിലോമീറ്റർ താഴെ ഒരു കാലത്ത് ഒരു വിശാലമായ ഒരു ഉപ്പ് മരുഭൂമിയാണ് ഉണ്ടായിരുന്നത്. മെഡിറ്ററേനിയനിലെ കടൽ വെള്ളം ഉണങ്ങി വറ്റി വരണ്ടപ്പോൾ ഉണ്ടായ അവശിഷ്ടമാണ് ആ ഉപ്പ് പാളി. ഇതേ ലോമർ ചലഞ്ചർ എന്ന ഡ്രില്ലിംഗ് കപ്പല് 1970 നടത്തിയ മറ്റൊരു സർവേയിൽ കടലിന്റെ അടിയിലെ ചെളിയിൽ വിചിത്രമായിട്ടുള്ള ചില വിള്ളലുകൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ഇത് സാധാരണ വെള്ളത്തിന്റെ അടിയിൽ ഉണ്ടാകുന്ന ഒന്നല്ല. ചെളിയിൽ നേരിട്ട് സൂര്യപ്രകാശം തട്ടി ഉണ്ടാക്കുന്ന വരൾച്ച കാരണം ഉണ്ടാകുന്ന ഒന്നാണ്. തെളിവ് നമ്പർ 2. 1960കളിൽ ഈജിപ്തിലെ അസ്വാൻ ഹൈ ഡാം നിർമ്മിക്കുന്നതിനിടയിൽ അബദ്ധത്തിൽ ഗവേഷകർ ഒരു കണ്ടുപിടുത്തം നടത്തി. ആ ഭാഗത്ത് ഭൂമിക്കടിയിലേക്ക് ഡ്രില്ല് ചെയ്താൽ ഏതാണ്ട് 10 മീറ്റർ താഴെ കട്ടിയേറിയ പാറകളാണ് സാധാരണ കിട്ടുന്നത്. എന്നാൽ 100 മീറ്റർ വരെയും താഴേക്ക് പോയിട്ടും പാറകൾ കണ്ടെത്തിയില്ല എന്ന് മാത്രമല്ല, അവിടെയെല്ലാം നൈൽ നദിയിലെ എക്കലാണ് അടിഞ്ഞുകൂടിയിരിക്കുന്നത് എന്നവർക്ക് മനസ്സിലായി. അതായത് നൈൽ നദി അസ്വാൻ ഭാഗത്ത് ഒരു കാലത്ത് 100 മീറ്റർ താഴെ കൂടിയാണ് ഒഴുകിയിരുന്നത്. ഒരു ഗർത്തത്തിൽ കൂടെ 100 മീറ്റർ താഴ്ചയുള്ള ഒരു ഗർത്തത്തിൽ കൂടിയാണ് ഈ അസ്വാൻ ഭാഗത്ത് ഒരു കാലത്ത് നൈല് ഒഴുകിയിരുന്നത്. മെഡിറ്ററേനിയൻ തീരത്ത് നിന്നും ഇത്രയും ഉള്ളിലേക്ക് കയറി കിടക്കുന്ന അസ്വാനില് ഈ നൈൽ നദി 100 മീറ്റർ താഴെ കൂടിയാണ് ഒഴുകിയിരുന്നത് എങ്കിൽ ഈ കെയ്റോ പോലുള്ള സ്ഥലങ്ങളിൽ ഇതിലും താഴെ കൂടെ ഒഴുകിയാലേ ഈ മെഡിറ്ററേനിയനിലേക്ക് ഈ നമ്മുടെ ഈ പറയുന്ന നൈൽ നദിക്ക് പതിക്കുവാൻ സാധിക്കുകയുള്ളൂ. അവസാനം അതും അവർ കണ്ടെത്തി. കെയ്റോയ്ക്ക് തൊട്ടു വടക്ക് ഭാഗത്ത് 2.5 കിലോമീറ്റർ താഴെ കൂടിയാണ് നൈൽ നദി ഒഴുകിയിരുന്നത്. അതായത് 2.5 കിലോമീറ്റർ താഴെയുള്ള 1000-ൽ കൂടുതൽ കിലോമീറ്റർ നീളമുള്ള ഒരു കൂറ്റൻ ഗർത്തത്തിലൂടെയാണ് ഒരു കാലത്ത് നൈല് മെഡിറ്ററേനിയൻ സമുദ്രത്തിൽ പതിച്ചിരുന്നത്. ഇയോ നൈൽ കന്യൻ എന്നാണ് മറഞ്ഞു കിടക്കുന്ന ആ ഗർത്തത്തിനെ ഇപ്പോഴും വിളിക്കുന്നത്. നമ്മുടെ നാട്ടിലെ ഒരു നദി, ഒരു പുഴ അറബിക്കടലിൽ ചെന്ന് പതിക്കുന്ന സ്ഥലം ഒന്ന് സങ്കല്പിച്ച് നോക്കുക. അങ്ങനെ ഇരിക്കെ കടൽ സാവധാനം വറ്റി വരണ്ടു എന്ന് കരുതുക. അങ്ങനെ വന്നാൽ നദി കടലിൽ പതിക്കുന്ന സ്ഥലത്ത് ഒരുപക്ഷെ ഒരു കൂറ്റൻ വെള്ളച്ചാട്ടം തന്നെ രൂപപ്പെട്ടേക്കാം. പക്ഷെ അത് അധികം നാള് ഉണ്ടാവില്ല. വെള്ളച്ചാട്ടത്തിന്റെ ശക്തിയിൽ ഈ മഴക്കാലത്ത് നദിയുടെ അഴിമുഖം സാവധാനം ഇടിഞ്ഞിടിഞ്ഞ് താന്നു തുടങ്ങും. ആ ഇടിവ് ഈ അഴിമുഖത്തു നിന്നും സാവധാനം ഉള്ളിലേക്ക് കയറി വരും. അവസാനം കടലിൽ നിന്നും ഉള്ളിലേക്ക് വലിയൊരു ഗർത്തമാവും രൂപപ്പെടുക. അതിലൂടെയാവും ഈ നദി പിന്നീട് ഒഴുകുന്നത്. നൈലും ഒരു കാലത്ത് അതുതന്നെയാണ് ചെയ്തത് എന്നതിന്റെ തെളിവാണ് കിലോമീറ്റർ ആഴമുള്ള ഈ ഗർത്തത്തിന്റെ കണ്ടെത്തൽ നമ്മോട് പറയുന്നത്. പിന്നീട് എക്കലും ചെളിയൊക്കെ വന്നടിഞ്ഞിട്ട് വശങ്ങൾ ഇടിഞ്ഞു താന്നിട്ട് ഈ ഗർത്തം മൂടപ്പെട്ടു പോയതാണ്. ഇനിയാണ് അടുത്ത ട്വിസ്റ്റ്. അങ്ങനെയാണെങ്കിൽ ഈ മെഡിറ്ററേനിയൻ വീണ്ടും നിറഞ്ഞപ്പോൾ ഈ ഗർത്തത്തിലൂടെ കടൽ വെള്ളം നദിയുടെ ഉള്ളിലേക്ക് കിലോമീറ്റേഴ്സ് ദൂരം ഉള്ളിലേക്ക് കയറി വന്നിട്ടുണ്ടാവണമല്ലോ. അങ്ങനെയാണെങ്കിൽ നൈലിന്റെ ഈ പഴയ ഗർത്തത്തിൽ നിന്നും കടൽ ജീവികളുടെ ഫോസിൽസ് കിട്ടേണ്ടതാണ്. അതും കിട്ടിയിട്ടുണ്ട്. 1967 ഇവാൻ എസ് ചുമക്കോവ് എന്ന ഗവേഷകൻ അസ്വാനിൽ നിന്നും, ഈജിപ്തിലെ ഈ പറഞ്ഞ അസ്വാനിൽ നിന്നും അക്കാലത്തെ സമുദ്രജീവികളുടെ ഫോസിൽസ് കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നൈൽ മാത്രമല്ലല്ലോ മെഡിറ്ററേനിയനിൽ പതിക്കുന്ന ഒരേ ഒരു നദി. യൂറോപ്പിൽ നിന്നും വേറെ നദികളും ഇങ്ങോട്ടേക്ക് തന്നെയല്ലേ വന്നു ചേരുന്നത്. അവിടെയും അത്തരം ഗർത്തങ്ങൾ കാണേണ്ടതാണല്ലോ. ഉണ്ട്. റോൺ നദി ഏതാണ്ട് 1 കിലോമീറ്റർ ആഴമുള്ള ഗർത്തമാണ് അന്നുണ്ടാക്കിയതെന്ന് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. റോൺ കന്യൻ എന്നാണ് ഇന്ന് നമ്മൾ അതിനെ വിളിക്കുന്നത്. നദിയുടെ അഴിമുഖത്ത് നിന്നും 400 മീറ്റർ ഉള്ളി വരെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് പോലും അക്കാലത്തെ സമുദ്രജീവികളുടെ അവശിഷ്ടങ്ങൾ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ തെളിവ്. ചൂടേറ്റ് കടൽ വെള്ളം വറ്റിയാൽ അവസാനം അവശേഷിക്കുന്നത് ജിപ്സവും ഉപ്പും ഒക്കെ ആയിരിക്കും. അപ്പോൾ അക്കാലത്ത് ഉപ്പ് കൂടിയ ജലത്തിലാവും സമുദ്രത്തിലെ ഈ മെഡിറ്ററേനിയനിലെ പല ജീവികളും സമുദ്രജീവികളും കഴിഞ്ഞിട്ടുണ്ടാവുക. അത്തരം കടൽ ജീവികളുടെ ഷെല്ലുകൾ പരിശോധിച്ചാൽ ഇതിനുള്ള തെളിവുകൾ കിട്ടേണ്ടതാണ്. നമുക്കതും കിട്ടിയിട്ടുണ്ട്. 1970 55 ലക്ഷം വർഷം മുമ്പ് ജീവിച്ചിരുന്ന ചില കടൽ ജീവികളുടെ ഷെല്ലുകളിൽ അടങ്ങിയിട്ടുള്ള ഓക്സിജൻ ഐസോടോപ്സിന്റെ അളവ് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും അവ സാധാരണ കടൽ വെള്ളത്തിലല്ല, 90% ബാഷ്പീകരിക്കപ്പെട്ട്, അതായത് ആവിയായിട്ട് പോയ കൊടും ഉപ്പ് വെള്ളത്തിലാണ് ജീവിച്ചിരുന്നതെന്ന് നമുക്ക് പിടികിട്ടി. സമുദ്രജീവികൾ അവയുടെ തോടുകൾ നിർമ്മിക്കുമ്പോൾ ചുറ്റുമുള്ള ജലത്തിലെ ഓക്സിജൻ തന്മാത്രകളെയാണ് ഉപയോഗിക്കുന്നത്. ഈ തോടുകളിലെ ഓക്സിജൻ ഐസോടോപ്പ് അനുപാതം ചുറ്റുമുള്ള ജലത്തിന്റെ താപനില, പിന്നെ സാലിനിറ്റി അഥവാ ഈ ലവണാംശം എന്നതിനെയൊക്കെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ലവണാംശം കൂടിയ ജലത്തിൽ വളരുന്ന ജീവികളുടെ തോടുകളിൽ ഭാരമേറിയ ഓക്സിജൻ ഐസോടോപ്സ് ആണ് കാണപ്പെടുക. പിന്നീട് കടല് നിറഞ്ഞു കഴിയുമ്പോഴേക്കും ഉപ്പിന്റെ അളവ് കുറഞ്ഞു വരികയും ഈ പറഞ്ഞ അളവ്, ഈ ഒരു ഐസോടോപ്പിന്റെ അളവ് കുറഞ്ഞു വരികയും ചെയ്യും. ചുരുക്കത്തിൽ അക്കാലത്തെ ജലജീവികളുടെ പുറം തോടുകളിൽ കടൽ ജലം എപ്പോൾ വറ്റി, എപ്പോൾ വീണ്ടും കടൽ നിറഞ്ഞു എന്നൊക്കെ കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇത്തരം മാർഗങ്ങൾ ഉപയോഗിച്ച് സമുദ്രത്തിലെ അന്നത്തെ താപനില വരെയും നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഇനി തെളിവ് നമ്പർ 4. കഴിഞ്ഞ വർഷം, അതായത് 2025 ഈ പഠനങ്ങളൊക്കെ പ്രസിദ്ധീകരിച്ചത്. സിസിലിയൻ തീരത്ത് പ്രൊഫസർ ഊട്ട് ക്രക്സ്മാനും അദ്ദേഹത്തിന്റെ കൂട്ടത്തിലുണ്ടായിരുന്ന സംഘവും നടത്തിയ ഫീൽഡ് പഠനങ്ങളിൽ നിന്നും അക്കാലത്ത് അടിഞ്ഞുകൂടിയ ജിപ്സം പാളികൾ അവർ കണ്ടെത്തിയതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്.
കടൽ വെള്ളം ചൂടേറ്റ് വറ്റാൻ തുടങ്ങിയാൽ ആദ്യം ഉണ്ടാവുക ഉപ്പല്ല, ജിപ്സമായിരിക്കും. ഈ ജിപ്സം പാളികൾക്ക് മുകളിൽ വലിയ പ്രളയജലത്തിന്റെ ശക്തിയിൽ ഒഴുകി വന്ന പാറക്കഷ്ണങ്ങളുടെയും ചെളിയുടെയും വലിയൊരു പാളി കൂടി അവർ കണ്ടെത്തി. വറ്റി വരണ്ട മെഡിറ്ററേനിയൻ കടൽത്തട്ടിലേക്ക് അറ്റ്ലാന്റിക്കിലെ സമുദ്രജലം കുത്തി ഒഴുകി വന്നപ്പോഴാണ് ഈ പാറകളുടെയും ചെളിയുടെയും ഒരു ലെയർ മുമ്പ് വരൾച്ചയുടെ കാലത്തുണ്ടായ ജിപ്സം ലെയറിന്റെ മുകളിൽ ഉണ്ടായതെന്ന് അവർ തെളിയിക്കുകയും ചെയ്തു. ഒരു കാലത്ത് മെഡിറ്ററേനിയൻ വറ്റി വരണ്ടു എന്നതിന്റെയും പിന്നീട് ഒരു പ്രളയമൊക്കെ ഉണ്ടായിട്ട് അത് മൂടപ്പെടുകയും ചെയ്തു എന്നതിന്റെയും നൂറുകണക്കിന് തെളിവുകളിൽ നമുക്ക് എളുപ്പം പിടികിട്ടുന്ന വെറും 4 എണ്ണമാണ് ഞാൻ ഇപ്പോഴും പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ ഒരു മഹാസംഭവം, ഒരു വരൾച്ച, ഒരു പ്രളയം, ഇതൊക്കെ നടന്നിരുന്നു എന്ന് പിടികിട്ടിയ സ്ഥിതിക്ക് ശരിക്കും എന്താണ് അന്ന് സംഭവിച്ചത് എന്ന് നമുക്ക് നോക്കണ്ടേ? അപ്പോൾ റീവൈൻഡ്, വരൾച്ച തുടങ്ങുന്നതിന് മുമ്പുള്ള മെഡിറ്ററേനിയൻ തീരത്തേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. ഏതാണ്ട് 7.25 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ്. അന്നത്തെ ലോകത്തിന്റെ ഭൂപടം ഏതാണ്ട് ഇന്നത്തത് പോലെ തന്നെയാണ് ഇരിക്കുന്നത്. ഭൂഖണ്ഡങ്ങളും രാജ്യങ്ങളും ഒക്കെ ഏതാണ്ട് ഇന്നത്തെ സ്ഥാനത്ത് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഒന്നുകൂടി ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ പല സ്ഥലങ്ങളിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങളും നമുക്ക് കാണാം. നമ്മുടെ ഇന്ത്യ ടിബറ്റൻ ഭാഗത്തേക്ക് വന്ന് ഇടിച്ചു കയറി കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും ആ ചലനം ഇപ്പോഴും, ആ മൂവ്മെന്റ്സ് മാറിയിട്ടില്ല, അവസാനിച്ചിട്ടില്ല. ഹിമാലയം ഇപ്പോഴും അതിന്റെ പൂർണ്ണ വളർച്ച പ്രാപിച്ചിട്ടില്ല, ചെറുതായിട്ട് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ ഭാഗത്ത് ഇപ്പോഴും പല രീതിയിലുള്ള വലിയ ഭൂകമ്പങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അത് മാത്രമല്ല, അതിന് തെക്കുള്ള സ്ഥലങ്ങളിൽ, തെക്കേ ഇന്ത്യൻ ഭാഗങ്ങളിൽ, മധ്യ അല്ലെങ്കിൽ തെക്കേ ഇന്ത്യൻ ഭാഗങ്ങളിൽ നിബിഡമായ വനങ്ങൾ ആ സമയത്ത് കുറഞ്ഞു വരികയാണ്. പകരം വലിയ പുൽമേടുകളാണ് രൂപപ്പെട്ടു വരുന്നത്. കാടുകൾ കുറഞ്ഞു വരികയും തുറന്ന പച്ചപ്പ് നിറഞ്ഞുള്ള സമതലങ്ങൾ രൂപപ്പെടുകയും ചെയ്യുന്ന ഒരു കാലമായിരുന്നു അത്. ഇക്കാലത്ത് വലിയ കാട്ടുതീകൾ, വൈൽഡ് ഫയേഴ്സ് ഉണ്ടാകുന്നത് ഇന്ത്യയിൽ സാധാരണമായിരുന്നു. ഈ സാഹചര്യത്തിലാണ് വടക്കേ ഇന്ത്യയിൽ അക്കാലത്ത് വ്യാപകമായിട്ടുണ്ടായിരുന്ന ശിവാപിത്തിക്കസ് എന്നു പേരുള്ള വാലില്ലാത്ത കുരങ്ങന്മാർക്ക് വംശനാശം സംഭവിക്കുന്നത്. മരങ്ങൾ കുറഞ്ഞതാണ് പ്രധാന കാരണം. എന്നാൽ ഇതേ സമയത്ത് തന്നെ മെസോപിത്തിക്കസ് എന്ന് പറഞ്ഞ പേരുള്ള ഒരു നീളൻ വാലുള്ള കുരങ്ങുകൾ ഇന്ത്യയിൽ ധാരാളം ഉണ്ടായിരുന്നതായിട്ട് ഫോസിൽസ് പറയുന്നുണ്ട്. പുൽമേടുകൾ കൂടിയതോടെ കുതിരകളുടെയും കാട്ടുപോത്തുകളുടെയും മാനുകളുടെയും കാട്ടുപന്നികളുടെയും മുൻഗാമികൾ ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ ധാരാളം ഉണ്ടായിരുന്നു. ഇനി കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് കാണുന്ന പലതും അന്നും ഉണ്ടായിരുന്നില്ല. ഉദാഹരണത്തിന് നമ്മുടെ വർക്കല ക്ലിഫില്ലേ, വർക്കലയിൽ തീരത്തോട് ചേർന്ന് കിടക്കുന്ന ഏതാണ്ട് 7.5 കിലോമീറ്റർ നീളമുള്ള ആ കുന്ന്, അതൊന്നും അക്കാലത്ത് ഉണ്ടായിരുന്നില്ല. അന്ന് കേരളത്തിന്റെ തീരങ്ങളിൽ ഇന്ന് സുന്ദർബൻ വനങ്ങളില്ലേ, നമ്മുടെ കണ്ടൽക്കാടുകൾ, അതുപോലെ വലിയ കണ്ടൽ കാടുകളും ചതുപ്പ് വനങ്ങളും ഒക്കെയാണ് നമ്മുടെ തീരദേശങ്ങളിൽ ഉണ്ടായിരുന്നത്. പശ്ചിമഘട്ടത്തിന്റെ വളർച്ച ഏതാണ്ട് പൂർണ്ണമായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ മഴയും ഒട്ടേറെ വലിയ നദികളും ഒക്കെ നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നു. ഇനി നേരെ വടക്കേ ആഫ്രിക്കയിലേക്ക് പോയാൽ അവിടെ മഴ തീരെ കുറഞ്ഞു വരുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ സഹാറ മരുഭൂമി സാവധാനം രൂപപ്പെട്ടു വരുന്നതേ ഉള്ളൂ. എന്നാൽ തെക്കേ ആഫ്രിക്കയിൽ ആ സമയത്ത് ധാരാളം മഴ ലഭിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ പൂർവികർ ആ സമയത്തും മരങ്ങളിൽ തന്നെയാണ് കഴിഞ്ഞുകൂടിയിരുന്നത്. ഇനി നേരെ നമ്മുടെ കഥ നടക്കുന്ന മെഡിറ്ററേനിയൻ ഭാഗത്തേക്ക് ചെല്ലാം. ഇന്ന് ഭൂപടം നോക്കിയാൽ ഒരാളുടെ കാല് ഫുട്ബോൾ തട്ടാൻ നിൽക്കുന്നത് പോലെയാണ് നമ്മുടെ ഇറ്റലിയും സിസിലിയും ഒക്കെ കിടക്കുന്നത്. എന്നാൽ അക്കാലത്ത് ഇറ്റലിയുടെ രൂപം ഏതാണ്ട് ഇതേ രീതിയിലായിട്ടുണ്ടായിരുന്നില്ല. കാസ്പിയൻ കടലും കരിങ്കടലും ഒന്നിച്ചു ചേർന്നിട്ട് പാനാതെത്തിസ് എന്ന് പറഞ്ഞ പേരുള്ള ഒരു ഉപ്പുരസം കൂടുതലുള്ള ഒരു തടാകമാണ് അന്ന് ഉണ്ടായിരുന്നത്. ഈ തടാകത്തിന് അന്ന് മെഡിറ്ററേനിയനുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല. ഈ സമയത്ത് ഈ മെഡിറ്ററേനിയന് പുറത്ത് കടലുമായിട്ട്, അറ്റ്ലാന്റിക് സമുദ്രവുമായിട്ട് ബന്ധമുണ്ടായിരുന്ന ഏക സ്ഥലം നമ്മുടെ ഇന്നത്തെ ജിബ്രാൾട്ടർ കടലിടുക്ക് തന്നെയായിരുന്നു. പക്ഷെ അന്ന് അത് അടഞ്ഞു കിടക്കുകയായിരുന്നു. പകരം ഇന്നത്തെ ജിബ്രാൾട്ടറിന് മുകളിലും താഴെയുമായിട്ട്, അതായത് വടക്കും തെക്കുമായിട്ട് 2 വേറെ വിടവുകൾ ഉണ്ടായിരുന്നു. വടക്ക് ഭാഗത്ത് ഈ സ്പെയിനിലൂടെ ഉണ്ടായിരുന്ന വിടവിനെ ബേറ്റിക് ഇടനാഴി എന്നാണ് നമ്മളിപ്പോൾ വിളിക്കുന്നത്. തെക്ക് മൊറോക്കോയിലൂടെ ഉണ്ടായിരുന്ന ഒരു കൈവഴിയെ നമ്മൾ റിഫിയൻ ഇടനാഴി എന്നാണ് പറയുന്നത്. ഇത് രണ്ടും സാധാരണ ചെറിയ തോടുകളൊന്നും ആയിരുന്നില്ല. കിലോമീറ്റേഴ്സ് വീതിയുള്ള അതിശക്തമായിട്ടുള്ള ഒഴുക്കുകളൊക്കെ ഉള്ള കൂറ്റൻ ജലപാതകളായിരുന്നു ഇത് രണ്ടും. ഇതിനൊക്കെ പുറമെ ആഫ്രിക്കയിലെ നൈലും യൂറോപ്പിലെ റോൺ നദിയും ഒക്കെ മെഡിറ്ററേനിയൻ സമുദ്രത്തിലേക്ക്, ആ കടലിലേക്ക് വന്ന് ചേരുന്നുമുണ്ട്. പക്ഷേ മെഡിറ്ററേനിയൻ അക്കാലത്ത് നല്ല ചൂടുള്ള ഒരു പ്രദേശമായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടുത്തെ കടൽ ജലം വളരെ വേഗത്തിൽ തന്നെ ആവിയായിട്ട് പോകും. അതായത് എത്രയൊക്കെ ജലം ഈ നൈലും റോണും ഒക്കെ ഈ മെഡിറ്ററേനിയൻ സമുദ്രത്തിലേക്ക് കൊണ്ടിട്ടാലും അത് വളരെ വേഗത്തിൽ തന്നെ ആവിയായിട്ട് പോകും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ മെഡിറ്ററേനിയൻ വറ്റിപ്പോകേണ്ടതാണ്. പക്ഷെ വറ്റാതിരുന്നത് എന്തുകൊണ്ടാണ്? മുമ്പ് പറഞ്ഞ ഇന്നത്തെ ജിബ്രാൾട്ടർ കടലിടുക്കിന്റെ മുകളിലും താഴെയും ഉണ്ടായിരുന്ന ആ 2 ഇടനാഴികൾ, അതുവഴി അറ്റ്ലാന്റിക്കിലെ ജലം ഇങ്ങോട്ടേക്ക് കൃത്യമായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ബാലൻസ് ആയി പോവുകയാണ്. എത്രത്തോളം നീരാവി ഉണ്ടായാലും വറ്റിപ്പോയാലും അത്രയും ജലം ഈ അറ്റ്ലാന്റിക്കിൽ നിന്ന് ഈ മെഡിറ്ററേനിയൻ സമുദ്രത്തിലേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് ഇത് ബാലൻസ് ആയിട്ട് കിടക്കുന്ന ഒരു സമയമായിരുന്നു അത്. അക്കാലത്ത് ഈ മെഡിറ്ററേനിയന്റെ തീരങ്ങളിൽ പവിഴപ്പുറ്റുകളുടെ വലിയ കാടുകൾ തന്നെയാണ് ഉണ്ടായിരുന്നത്. ഫോസിൽ റെക്കോർഡ്സ് പ്രകാരം ആയിരക്കണക്കിന് തരം സമുദ്രജീവികളാണ് ഈ പവിഴപ്പുറ്റുകൾക്കിടയിൽ ജീവിച്ചിരുന്നത്. അൾജീരിയൻ, മൊറോക്കൻ തീരങ്ങളിലെ ആഴക്കടലിൽ
മെസ്സിഫോക്ക മൗറിറ്റാന എന്ന് പറഞ്ഞ പേരുള്ള പുരാതന കാലത്തെ കൂറ്റൻ സീലുകൾ അക്കാലത്ത് വിഹരിക്കുന്നുണ്ടായിരുന്നു. ഇതേ സമയത്ത് മെഡിറ്ററേനിയന്റെ വടക്കൻ തീരത്ത് ഇന്നത്തെ യൂറോപ്പിൽ തണുപ്പുള്ള സബ് ട്രോപ്പിക്കൽ വനങ്ങളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാം ശാന്തമാണ്, ബാലൻസ്ഡ് ആണ് എന്നൊക്കെ നമുക്ക് തോന്നും. ഇന്ത്യയിൽ ഇങ്ങനെ കാര്യങ്ങൾ നടക്കുന്നു, കേരളത്തിൽ ഇങ്ങനെ കാര്യങ്ങളൊക്കെ നടക്കുന്നു, ആഫ്രിക്ക, യൂറോപ്പ് എല്ലാം ബാലൻസ്ഡ് ആണ് എന്ന് നമുക്ക് തോന്നും. പക്ഷേ ഇതിന്റെ എല്ലാം അടിയിൽ ഒരാളുണ്ട്, ടെക്ടോണിക് പ്ലേറ്റ്സ്. അവ ശാന്തമായിരുന്നില്ല, അവ ഒരിക്കലും ശാന്തമായിരുന്നില്ല. അവയുടെ നീക്കങ്ങളാണ് ഭൂമിയിൽ നമുക്ക് ചുറ്റിനും ഇന്നുള്ള സകല മാറ്റങ്ങളും വരുത്തിയത്. ഏതാണ്ട് 6 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് സകലതിനും കാരണമായിട്ടുള്ള ആ സംഭവം നടന്നത്. ഭൂമിയുടെ സർഫസിന്റെ ഏതാണ്ട് 32% വലുപ്പമുള്ള പസഫിക് പ്ലേറ്റ് കാര്യമായിട്ടൊന്ന് അനങ്ങി. അതിന്റെ കാരണങ്ങൾ വേറെ കുറെ സംഭവങ്ങളാണ്. അത് പക്ഷേ ഇവിടെ പറയേണ്ട കാര്യമില്ലാത്തതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകുന്നില്ല. ഏതാണ്ട് 5 മുതൽ 15 ഡിഗ്രി വരെയും ഭീമൻ പസഫിക് പ്ലേറ്റ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഒന്ന് തിരിഞ്ഞു. ഒരു ട്രാഫിക് ബ്ലോക്കിൽ ഒരു വണ്ടിക്ക് പുറകെ മറ്റൊരു വണ്ടി ആ രീതിയിൽ നമ്മളിങ്ങനെ മുട്ടി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിൽ ഏതെങ്കിലും ഒരു വണ്ടി സഡൻ ബ്രേക്ക് ഇട്ടാൽ എന്താവും സംഭവിക്കുക? പുറകെ വരുന്ന സകലതും അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിക്കും. ഇതുപോലെ ഈ പസഫിക് പ്ലേറ്റ് ഒന്ന് തിരിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അതിന്റെ ആഘാതം ആഫ്രിക്കൻ പ്ലേറ്റിലും ഉണ്ടായി. ഇതിനെ റിപ്പിൾ ടെക്ടോണിക്സ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. അതോടെ ആഫ്രിക്കൻ പ്ലേറ്റ് സാവധാനം തൊട്ട് വടക്കുള്ള യുറേഷ്യൻ അല്ലെങ്കിൽ യൂറോപ്യൻ പ്ലേറ്റിലേക്ക് പതുക്കെ ഇടിക്കാൻ തുടങ്ങി. ഇതിന്റെ പണി കിട്ടിയത് യൂറോപ്പിന്റെയും ആഫ്രിക്കയുടെ ഇടയിൽ നമ്മൾ മുമ്പ് പറഞ്ഞ ഈ മെഡിറ്ററേനിയൻ കടലിലേക്ക് അറ്റ്ലാന്റിക് വെള്ളം കൊണ്ടുവന്നിരുന്ന ആ 2 തോടുണ്ടല്ലോ, 2 ഇടനാഴികൾ, അവയ്ക്കാണ് ഈ പണി കിട്ടിയത്. ഈ 2 വിടവുകളും ഈ പ്ലേറ്റുകളുടെ നീക്കം കാരണം ഞെരിഞ്ഞമർന്നിട്ട് പതുക്കെ അടയാൻ തുടങ്ങി. ഈ വിടവുകൾ ഒരേ സമയം അടുത്ത് വരികയും ആ ഭാഗം സാവധാനം ഉയരുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പതുക്കെ സംഭവിച്ച ഈ ഒരു പ്രക്രിയ ഏതാണ്ട് 5.97 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് അവസാനിച്ച് കഴിഞ്ഞപ്പോഴേക്കും അറ്റ്ലാന്റിക്കും മെഡിറ്ററേനിയനും തമ്മിലുള്ള ബന്ധം ഏതാണ്ട് പൂർണ്ണമായും തന്നെ ഇല്ലാണ്ടായി. വളരെ വളരെ സാവധാനം നടന്ന ഈ ഒരു പ്രക്രിയ അതേപടി തന്നെ നമുക്കൊന്ന് നോക്കാം. അറ്റ്ലാന്റിക്കിൽ നിന്നുള്ള കടൽ വെള്ളത്തിന്റെ വരവ് സാവധാനം കുറഞ്ഞു വന്നാൽ ഇപ്പറയുള്ള മെഡിറ്ററേനിയനിൽ എന്താവും സംഭവിക്കുക? മുമ്പ് നമ്മൾ പറഞ്ഞതാണ്, ഈ മെഡിറ്ററേനിയൻ ഭാഗത്ത് ചൂട് കൂടുതലാണ്, അതുകൊണ്ട് തന്നെ ജലത്തിന്റെ ബാഷ്പീകരണവും കൂടുതലാണ്. അറ്റ്ലാന്റിക്കിൽ നിന്നും കൃത്യമായി വെള്ളം വന്നിരുന്നുകൊണ്ടാണ് ഇതുവരെയും മെഡിറ്ററേനിയൻ വറ്റാതിരുന്നത്. എന്നാൽ ഇപ്പോൾ അറ്റ്ലാന്റിക്കിൽ നിന്നുള്ള വെള്ളത്തിന്റെ വരവ് കുറഞ്ഞു വരികയാണ്. എന്നാൽ ഇപ്പറഞ്ഞ നീരാവിയായി പോകുന്ന ബാഷ്പീകരണ നിരക്കിന് ഒരു മാറ്റവും ഇല്ല. ചുരുക്കത്തിൽ ഈ മെഡിറ്ററേനിയനിലെ വെള്ളം അതിവേഗത്തിൽ നീരാവിയാകാൻ തുടങ്ങി. നൈലിൽ നിന്നും മറ്റും യൂറോപ്യൻ നദികളിൽ നിന്നും ഒക്കെ ശുദ്ധജലം വരുന്നുണ്ട്, പക്ഷെ അതൊന്നും മെഡിറ്ററേനിയൻ നിറയ്ക്കാൻ പര്യാപ്തമല്ല. ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഈ അറ്റ്ലാന്റിക്കിലെ കടൽ വെള്ളത്തിന് ഈ മെഡിറ്ററേനിയൻ ശരിക്കും ഒരു ട്രാപ്പായിട്ട് മാറി. ഒഴുക്ക് കുറവാണ്, പക്ഷെ ഇപ്പോഴും അറ്റ്ലാന്റിക്കിൽ നിന്നും വെള്ളം ഈ മെഡിറ്ററേനിയൻ സമുദ്രത്തിലേക്ക്, കടലിലേക്ക് വരുന്നുണ്ട്. എന്നാൽ അതെല്ലാം നേരെ നീരാവിയായി പോവുകയാണ് ചെയ്യുന്നത്. ഇനി ഈ മെഡിറ്ററേനിയൻ കടലിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. കടൽ വെള്ളം ചൂടായിട്ട് നീരാവിയായിട്ട് മാറിയാൽ ആദ്യമേ ഉപ്പുണ്ടാവുകയല്ല ചെയ്യുന്നത്. കടൽ വെള്ളം ബാഷ്പീകരിക്കപ്പെടുമ്പോൾ അതിൽ ലയിച്ചു ചേർന്നിട്ടുള്ള എല്ലാ കെമിക്കൽസും ഒറ്റയടിക്ക് താഴെ അടിയത്തില്ല. അതിനൊരു പ്രത്യേക ക്രമമുണ്ട്. വെള്ളം വറ്റുമ്പോൾ ഏറ്റവും ആദ്യം താഴെ അടിയാൻ തുടങ്ങുന്നത് കാൽസ്യം കാർബണേറ്റ് ആണ്. അത് കഴിഞ്ഞാൽ പിന്നെ വെള്ളം ഇനിയും വറ്റി സാന്ദ്രത കൂടുമ്പോഴാണ് ജിപ്സം അഥവാ കാൽസ്യം സൾഫേറ്റ് അടിയാൻ തുടങ്ങുന്നത്. വെള്ളത്തിലെ കാൽസ്യവും സൾഫേറ്റും പരസ്പരം പ്രവർത്തിച്ചിട്ടാണ് ഈ കാൽസ്യം സൾഫേറ്റ് എന്ന് പറഞ്ഞ ജിപ്സം ഉണ്ടാവുന്നത്. ഈ ജിപ്സം കടലിലേക്ക് അടിഞ്ഞു താന്നിട്ട് അവസാനം അതിന്റെ അടുത്തിട്ടില് ജിപ്സം തൂണുകൾ പോലെ ഇത് ഉണ്ടാവാൻ തുടങ്ങി. മെഡിറ്ററേനിയന്റെ ആഴക്കുറവുള്ള ഭാഗങ്ങളിലാണ് ഇത്തരം കൂറ്റൻ ജിപ്സം തൂണുകൾ ഉണ്ടാവാൻ തുടങ്ങിയത്. പ്രൈമറി ലോവർ ജിപ്സം എന്നാണ് ഇത്തരം തൂണുകളെ നമ്മൾ വിളിക്കുന്നത്. ഇതിന്റെ അവശിഷ്ടങ്ങൾ ഇന്നും സ്പെയിനിന്റെയും ഇറ്റലിയിലെയും തീരങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. വടക്കൻ ഇറ്റലിയിൽ വെന ദെൽ ജസോ എന്ന് പറഞ്ഞ പേരിൽ 25 കിലോമീറ്റർ നീളമുള്ള ഒരു മലനിരയുണ്ട്. ഇതൊരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റാണ്. അന്ന് നമ്മുടെ ഈ മെഡിറ്ററേനിയൻ വറ്റാൻ തുടങ്ങിയ സമയത്ത് കടലിന്റെ അടിയിൽ രൂപപ്പെട്ട ജിപ്സം മലകൾ പിന്നീട് നടന്ന പ്ലേറ്റ് ടെക്ടോണിക്സിന്റെ ഭാഗമായിട്ട് ഇടിച്ചുയർന്നിട്ട് ഇന്ന് മലകളായിട്ട് മാറിയതാണ്. ഇവിടെ നിന്നും അക്കാലത്തെ കടൽ ജീവികളുടെ ഫോസിൽസും നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ മുന്നിലും ചുറ്റിലും ഒക്കെ കാണുന്ന മലകളിലും പുഴകളിലും പാറകളിലും ഒക്കെ ഇതുപോലെ ചരിത്രം ഉറങ്ങിക്കിടപ്പുണ്ട്. പ്രകൃതി അത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ കണ്ണു തുറന്ന് നോക്കണം, അത് പഠിക്കാനുള്ള സമയം കണ്ടെത്തണം. അങ്ങനെ നമ്മുടെ ഈ മെഡിറ്ററേനിയൻ കടലിലെ വെള്ളം സാവധാനം വറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് വേറെ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടായിരുന്നോ? ഉണ്ട്. അതിനുള്ള തെളിവുകളും നമുക്ക് കിട്ടിയിട്ടുണ്ട്. സിസിലിയിലെ പാസ്ക്വാസിയ എന്ന സ്ഥലത്ത് നിന്നാണ് ആ തെളിവുകൾ നമുക്ക് കിട്ടിയത്. ഇവിടെയുള്ള ജിപ്സം പാളികൾക്കിടയിൽ ഇടയ്ക്കിടെ കൃത്യമായിട്ട് ഒരു കറുത്ത ലൈൻ, ചെറിയൊരു ലൈൻ, മില്ലിമീറ്റർ മാത്രം ഘനമുള്ള ഒരു ലൈന് ജിപ്സം പാളികൾക്കിടയിൽ കാണുന്നുണ്ട്. അന്നത്തെ മെഡിറ്ററേനിയൻ കടലിലെ കാലാവസ്ഥ വ്യതിയാനങ്ങളാണ് മരങ്ങളിലെ വാർഷിക വളയങ്ങൾ പോലെ ഇവിടുത്തെ ജിപ്സം പാറകളിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. മഴക്കാലത്ത് നദികളിൽ നിന്നുള്ള എക്കലും മണ്ണും ചെളിയും ജിപ്സം പാളികളുടെ മുകളിൽ വന്നടിയും. വീണ്ടും അടുത്ത വേനൽക്കാലത്ത് കൂടുതൽ ജിപ്സം അതിൻ്റെ മുകളിലേക്ക് വരും. വീണ്ടും അടുത്ത മഴക്കാലത്ത് ഇതേ പരിപാടി, അതായത് വീണ്ടും ചെളി വന്നടിയും. ഏതാനും മില്ലിമീറ്റർ മാത്രം ഘനമുള്ള ഇത്തരം കറുത്ത പാടുകളെ ആനുവൽ വാവ്സ് എന്നാണ് വിളിക്കുന്നത്.
അങ്ങനെ 5.6 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് വരെയും ജിപ്സം തൂണുകൾ ഉണ്ടായിക്കൊണ്ടേയിരുന്നു. ഇതേ സമയം അറ്റ്ലാന്റിക്കിൽ നിന്നുള്ള ഒഴുക്ക് കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. അങ്ങനെ ഈ മെഡിറ്ററേനിയനിലെ വെള്ളം ഏതാണ്ട് 90% ഇല്ലാതായി കഴിഞ്ഞപ്പോഴേക്കും ഈ പ്രക്രിയ അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിച്ചു. ജിപ്സത്തിന് പകരം കല്ലുപ്പ് അടിയാനായിട്ട് തുടങ്ങി. മെഡിറ്ററേനിയന്റെ ഏറ്റവും ആഴമുള്ള ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് സിസിലി, സൈപ്രസ് തടങ്ങളിൽ കിലോമീറ്റേഴ്സ് ഘനത്തിൽ കല്ലുപ്പും മറ്റ് പൊട്ടാഷ്യം, മഗ്നീഷ്യം ലവണങ്ങളും അടിഞ്ഞുകൂടാൻ തുടങ്ങി. ഈ ഒരു കാലഘട്ടത്തിൽ ഈ മെഡിറ്ററേനിയനിലെ ജലനിരപ്പ് 2 കിലോമീറ്റർ വരെയാണ് താഴേക്ക് ഇറങ്ങിയത്. ഈ സമയത്താണ് നമ്മൾ മുമ്പ് പറഞ്ഞില്ലേ, നൈൽ, റോൺ തുടങ്ങിയ നദികളുടെ അഴിമുഖങ്ങൾ ഇടിഞ്ഞു താന്നു. മുമ്പ് പറഞ്ഞ പോലെ വലിയ ഗർത്തങ്ങളുണ്ടായി. നമ്മൾ മുമ്പ് പറഞ്ഞ അസ്വാൻ ഡാം പണിതപ്പോഴേക്കും കണ്ടെത്തിയ വൻ ഗർത്തങ്ങളൊക്കെ ആ സമയത്താണ് ഉണ്ടായത്. നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു, അന്ന് കാസ്പിയൻ കടലും കരിങ്കടലും ഒക്കെ ഒന്നായിരുന്നു. ഉപ്പുവെള്ളം നിറഞ്ഞിരുന്ന ആ വലിയ തടാകത്തിന്റെ പേര് പാരാടെത്തിസ് എന്നായിരുന്നു. തുടക്കത്തിൽ ഈ തടാകവും മെഡിറ്ററേനിയനും തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ മെഡിറ്ററേനിയനിലെ ജലനിരപ്പ് കിലോമീറ്റേഴ്സ് താന്നതോടെ ഇവയ്ക്കിടയിൽ ഉണ്ടായിരുന്ന ആ ഒരു ഭിത്തി, ആ ഒരു ഭാഗം സാവധാനം തകർന്നു. പ്രഷർ കാരണം തകർന്നു. അങ്ങനെ ഈ പാരാടെത്തിസ് എന്ന് പറഞ്ഞ തടാകത്തിലെ ഉപ്പുവെള്ളം വറ്റി വരേണ്ട നമ്മുടെ മെഡിറ്ററേനിയൻ കടൽത്തട്ടിലേക്ക് പതുക്കെ പതുക്കെ ഒഴുകിയിറങ്ങാനായിട്ട് തുടങ്ങി. വിശാലമായിട്ടുള്ള മെഡിറ്ററേനിയൻ കടൽ നിറയ്ക്കാനുള്ള വെള്ളമൊന്നും ഈ പറഞ്ഞ തടാകത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്നില്ല. പകരം അങ്ങനെ വന്ന ഉപ്പുവെള്ളം ഇവിടെ മെഡിറ്ററേനിയൻ ഇങ്ങനെ വറ്റി വരണ്ട് കിടക്കുകയാണല്ലോ, അവിടെയുള്ള ആഴമുള്ള സ്ഥലങ്ങളിൽ ചെന്ന് അവിടെ അടിഞ്ഞിട്ട് അത് ട്രാപ്പായിട്ട് വലിയ ഉപ്പ് തടാകങ്ങൾ രൂപപ്പെട്ടു. ഇത്തരം വലിയ മെഗാ ലേക്സിനെ ലോകമാറെ എന്നാണ് നമ്മൾ ഇപ്പോൾ വിളിക്കുന്നത്. അങ്ങനെ ഒട്ടനവധി തടാകങ്ങളാണ്, ഉപ്പ് തടാകങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഒരു ഉപ്പ് തടാകത്തിൽ ഉപ്പിന്റെ ആ ഒരു സാന്ദ്രത, കോൺസെൻട്രേഷൻ ആവില്ല മറ്റൊരു തടാകത്തിൽ ഉണ്ടാവുക. അതായത് ഈ ലേക്കുകളിലെ ഉപ്പിന്റെ അളവ് ഉറപ്പായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങിയൊക്കെ ഇരിക്കും. അക്കാലത്ത് ഈ മെഡിറ്ററേനിയൻ കടലിന്റെ സ്ഥാനത്ത് ഇത്തരം ഒട്ടനവധി ഉപ്പ് തടാകങ്ങളാണ് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് എങ്ങനെയാണ് മനസ്സിലായത്? ഇത് നമ്മളെ മനസ്സിലാക്കി തന്നത് ഓസ്ട്രാകോട്സ് എന്ന ഇനം ചെറിയ ജീവികളാണ്. ഞണ്ടിന്റെയും ചെമ്മീന്റെയും ഒക്കെ കുടുംബത്തിൽപ്പെടുന്ന കാൽസ്യം കാർബണേറ്റിന്റെ പുറന്തോടുകളുള്ള ജീവികളാണ് ഇത്. ഒരു കഴുക് മണിയേക്കാൾ ചെറിയ വലിപ്പമേ ഇവയ്ക്കുള്ളൂ. ഇവന്മാര് 50 കോടി വർഷങ്ങളായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കുന്നുണ്ട്. ഇവയുടെ പുറത്തെ തോട് അങ്ങനെയൊന്നും നശിച്ചു പോകത്തില്ല. അതുകൊണ്ട് തന്നെ ഈ തോടുകളിലെ രാസഘടനയുടെ മാറ്റം പഠിച്ചാൽ നമുക്ക് അന്ന് ഇവ ജീവിച്ചിരുന്ന കാലത്തെ കടലിന്റെ അവസ്ഥ, താപനില, ഉപ്പിന്റെ അളവ് ഇതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. അത്യാവശ്യം ഉപ്പ് കൂടിയ സ്ഥലങ്ങളിലൊക്കെ ഇത് ജീവിക്കുകയും ചെയ്യും. അന്നത്തെ മെഡിറ്ററേനിയനിലെ മുമ്പ് പറഞ്ഞ ഉപ്പ് തടാകങ്ങളിലൊക്കെ ഇവന്മാരുണ്ടായിരുന്നു. ഇവയുടെ തോടുകൾ, ഈ ഷെൽസ് നമുക്ക് ഇപ്പോഴും കിട്ടിയിട്ടുണ്ട് ഈ മെഡിറ്ററേനിയൻ ഭാഗത്ത് നിന്ന്. അത് പഠിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഉപ്പ് കൂടിയ സ്ഥലങ്ങളിലാണ് ഇവ അന്ന് ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് പിടികിട്ടി. എന്നാൽ ഒരേ കാലങ്ങളിൽ ഈ മെഡിറ്ററേനിയൻ ഭാഗത്ത് ജീവിച്ചിരുന്ന ഓസ്ട്രോകോഡ്സിന്റെ ഷെല്ലുകളിൽ പല അളവിലുള്ള ഉപ്പ് തടാകങ്ങളിലാണ് ഇവ ജീവിച്ചിരുന്നത് എന്ന് നമുക്ക് മനസ്സിലായി. അങ്ങനെ മെഡിറ്ററേനിയൻ ഏതാണ്ട് വറ്റി വരണ്ട് പല ഉപ്പ് തടാകങ്ങളായിട്ട് മാറിയിരിക്കുകയാണ്. ജലനിരപ്പ് താന്നതോടെ ഈ മെഡിറ്ററേനിയൻ ചൂട് കൂടി ഒരു ഡെത്ത് വാലി, ഒരു മരണ താഴ്വരയായി മാറിയിട്ടുണ്ട്. അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ചില വെള്ളക്കെട്ടുകൾ, ഉപ്പ് തടാകങ്ങൾ. കൊടിയ ചൂട് കാരണം മൃഗങ്ങൾക്ക് സ്ഥിരമായിട്ട് ഇവിടെ ജീവിക്കാൻ സാധിക്കില്ല. ഈ ഉപ്പ് തടാകങ്ങളിൽ തന്നെ 2 തരത്തിലുള്ള ജലമാണ് ഉണ്ടായിരുന്നത്. വാട്ടർ കോളം സ്ട്രാറ്റിഫിക്കേഷൻ എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുന്നത്. അറ്റ്ലാന്റിക്കിൽ നിന്നും ഇപ്പോഴും ചെറിയ തോതിൽ വെള്ളം ഒഴുകി വരുന്നുണ്ട്. ആ ജലം തടാകങ്ങളുടെ മുകളിൽ കെട്ടിക്കിടക്കും. എന്നാൽ അടിത്തട്ടിൽ ഭാരം കൂടിയ കട്ടിയേറിയ ഉപ്പ് വെള്ളമാണ് ഉണ്ടായിരുന്നത്. ആഴം കൂടിയ സ്ഥലങ്ങളിൽ അങ്ങനെ ഓക്സിജന്റെ സാന്നിധ്യം തീർത്തും ഇല്ലാതായതോടെ ഈ മെഡിറ്ററേനിയൻ കടലിൽ കുടുങ്ങിപ്പോയ അവശേഷിച്ച ജലജീവികൾ ഏതാണ്ട് പൂർണ്ണമായിട്ട് തന്നെ നശിച്ചു പോവുകയാണ് ചെയ്തത്. ഇവിടെ തന്നെ ഉണ്ടായിരുന്ന സമുദ്രജീവികളിൽ 89%-നും വംശനാശം സംഭവിച്ചു എന്നാണ് പറയുന്നത്. കുറഞ്ഞ ഓക്സിജൻ ഉപയോഗിച്ചിട്ട് കട്ടി കൂടിയ ഉപ്പ് വെള്ളത്തിൽ ജീവിക്കാൻ സാധിച്ച മുമ്പ് പറഞ്ഞ രീതിയിലുള്ള ചില ചെറു ജീവികൾ മാത്രമാണ് ജീവനോടെ രക്ഷപ്പെട്ടത്. വെള്ളത്തിൽ, കടലിലും ഒക്കെ ജീവിക്കുന്ന തീർത്തും ചെറിയ ജീവിവർഗമാണ് ഫൊറോമിനിഫറ. ഇവയുടെ ഫോസിലുകളിലെ രാസഘടന വിശകലനം ചെയ്താൽ ഭൂമിയുടെ പുരാതന കാലാവസ്ഥയും സമുദ്ര താപനിലയും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മുമ്പ് പറഞ്ഞതുപോലെ തന്നെ എണ്ണ പരിവേഷണത്തിൽ പാറകളുടെ പ്രായം നിർണ്ണയിക്കാനും സമുദ്ര പരിസ്ഥിതി വ്യതിയാനങ്ങൾ അറിയാനും ഒക്കെ ആയിട്ടുള്ള ബയോ ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് നമ്മുടെ ഇവയുടെ ഫോസിൽസ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ഈ മെഡിറ്ററേനിയൻ പറ്റിയ ശേഷമുള്ള കാലഘട്ടത്തിൽ പിന്നീട് അവശേഷിച്ച വലിയ ഉപ്പ് തടാകങ്ങളിൽ അവിടെ നിന്ന് ഒരിക്കൽ പോലും നമുക്ക് ഇവയുടെ ഫോസിൽസ് നമുക്ക് കിട്ടിയിട്ടില്ല. അതായത് ഇവയ്ക്ക് പോലും ജീവിക്കാൻ സാധിക്കാത്ത അത്ര വിധമുള്ള കാലാവസ്ഥയും വെള്ളവും ഒക്കെ ആയിരുന്നു അക്കാലത്ത് ഈ മെഡിറ്ററേനിയൻ ഭാഗത്ത് ഉണ്ടായിരുന്നത്. സയന്റിസ്റ്റുകൾ ഇക്കാലത്തെ ഫൊറാമിനിഫെറ ബാരൻ ഇന്റർവെൽ, അതായത് ഈ ഫൊറാമിനിഫെറ എന്ന് പറഞ്ഞ ജീവികളില്ലാത്ത ആ ഒരു കാലഘട്ടം എന്നാണ് വിളിക്കുന്നത്. ഇങ്ങനെ ഈ മെഡിറ്ററേനിയൻ ഭാഗത്ത് നടക്കുന്ന ഈ സംഭവങ്ങൾ ആഗോളതലത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാക്കിയോ എന്നുകൂടി നമുക്ക് നോക്കേണ്ടേ? ഒന്നുകൂടി ആലോചിച്ച് നോക്കിയേ, ശരിക്കും എന്താ സംഭവിക്കുന്നത്? ബാക്കിയുള്ള കടലിലെ വെള്ളം ചെറുതായിട്ടെങ്കിലും നമ്മുടെ ഈ മെഡിറ്ററേനിയൻ കടലിലേക്ക് വരുന്നുണ്ട്. അവിടെ വെച്ചിട്ട് അത് ആവിയായിട്ട് മുകളിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ബാക്കി അവിടെ ഈ ഉപ്പായിട്ട് താഴെ അടിയുകയും ചെയ്യുന്നുണ്ട്. അതായത് ബാക്കിയുള്ള കടലിലെ വെള്ളം സാവധാനം ഇങ്ങോട്ടേക്ക് വരികയും അതിന്റെ ഉപ്പ് ഇവിടെ ഉപേക്ഷിച്ചിട്ട് നേരെ അത് ആവിയായിട്ട് പോവുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചുരുക്കത്തിൽ
ആഗോള വ്യാപകമായിട്ട് ലോകത്തിലെ സമുദ്രജലത്തിന്റെ ഉപ്പ് മുഴുവനും വേർതിരിച്ചെടുക്കുന്ന വലിയൊരു വറചട്ടിയായിട്ട് നമ്മുടെ ഈ മെഡിറ്ററേനിയൻ മാറിയിരിക്കുകയാണ്. ഓർക്കുക, അറ്റ്ലാന്റിക്കിൽ നിന്നും ഇപ്പോഴും കടൽ ജലം ചെറിയ അളവിൽ ഈ മെഡിറ്ററേനിയനിൽ ചെന്ന് ആവിയായി പോകുന്നത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ആ സമയത്ത് ലോകത്തിലെ മുഴുവൻ സമുദ്രങ്ങളിലെയും വെള്ളത്തിന്റെ ലവണാംശം ഏകദേശം 1 ലിറ്ററിൽ 2 ഗ്രാം വെച്ച് കുറഞ്ഞു എന്നാണ് കണക്ക്. വെള്ളത്തിലെ ഉപ്പ് കറഞ്ഞാൽ ഐസായിട്ട് മാറാനായിട്ട് എളുപ്പമാണ്. അങ്ങനെ വന്നതോടെ ധ്രുവങ്ങളിൽ കൂടുതൽ ഐസ് ഉണ്ടാവാൻ തുടങ്ങി. ആർട്ടിക്കിലും അന്റാർട്ടിക്കിലും കൂടുതൽ വിസ്തൃതിയിൽ മഞ്ഞ് പാളികൾ രൂപപ്പെട്ടു. ഇത് സൂര്യപ്രകാശത്തെ കൂടുതൽ പ്രതിഫലിപ്പിച്ചിട്ട് തിരിച്ചയക്കാൻ തുടങ്ങിയതോടെ ഭൂമിയിലെ ചൂട് കുറയാൻ തുടങ്ങി. അക്കാലത്ത് ഗ്രീൻലാൻഡ് ഭാഗത്തൊക്കെ താപനില ഏതാണ്ട് 8 ഡിഗ്രി വരെയും കുറഞ്ഞു എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഈ ഒരു പ്രശ്നം തുടങ്ങുന്നതിന് മുമ്പ് എന്താ ഉണ്ടായിരുന്നത്? സാധാരണഗതിയിൽ അറ്റ്ലാന്റിക്കിൽ നിന്ന് ധാരാളം വെള്ളം മെഡിറ്ററേനിയൻ ഭാഗത്തേക്ക് വരുന്നു. മെഡിറ്ററേനിയനിൽ നിന്ന് കുറച്ച് വെള്ളം നേരെ അറ്റ്ലാന്റിക്കിലേക്ക് പോകുന്നു. ഇങ്ങനെ ഒരു ഒഴുക്ക് അവിടെ ഉണ്ടായിരുന്നു. അതിപ്പോഴും നിലച്ചിരിക്കുകയാണ്. ഈ ഒഴുക്ക് നിലച്ചത് ആഗോള വ്യാപകമായിട്ട് ഈ സമുദ്രജലത്തിന്റെ ഒഴുക്കിനെ മാറ്റിമറിക്കുകയും ദിശ മാറ്റുകയും ചെയ്തു. ഇത് ഭൂമിയിലെ പല സ്ഥലങ്ങളിലെയും കാലാവസ്ഥയെ തന്നെ കാര്യമായിട്ട് ബാധിച്ചു. നമ്മുടെ ഈ കടലിലൂടെയുള്ള ഒഴുക്കാണ് പല സ്ഥലങ്ങളിലെയും പല തീരപ്രദേശങ്ങളിലെയും കാലാവസ്ഥയെ നിർണ്ണയിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒഴുക്കിന്റെ മാറ്റം വന്നു കഴിഞ്ഞപ്പോഴേക്കും ഭൂമിയുടെ പല ഭാഗങ്ങളിലും കാലാവസ്ഥയ്ക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടായത്. മെഡിറ്ററേനിയനിൽ തന്നെ ഇത്രയും കടൽ വെള്ളം വറ്റിപ്പോയി കഴിഞ്ഞപ്പോഴേക്കും ഇതിന് മുമ്പ് വെള്ളം ഉണ്ടായിരുന്നപ്പോൾ അതിൻ്റെ പ്രഷറിൽ, അതിൻ്റെ ഭാരത്തിൽ ഈ മെഡിറ്ററേനിയൻ കടലിൻ്റെ അടിയിൽ ഉറങ്ങിക്കിടന്നിരുന്ന പല അഗ്നിപർവ്വതങ്ങളും മുകളിലെ വെള്ളം പോയി കഴിഞ്ഞപ്പോഴേക്കും പ്രഷർ കുറഞ്ഞു. അതോടെ ലാവ പുറത്തേക്ക് ഒഴുകാനായിട്ട് തുടങ്ങി. കൂടാതെ മഴവെള്ളം കടലിന്റെ അടിത്തട്ടിൽ, കടൽ തറയിൽ, കടലിന്റെ അടിത്തട്ടിൽ ആദ്യമായിട്ട് സ്പർശിച്ചു. അതോടുകൂടിയിട്ട് ഈ മഴവെള്ളത്തിലെ കാർബോണിക് ആസിഡ് ഈ മെഡിറ്ററേനിയന്റെ കടൽ തട്ടിലെ അടിയിലുണ്ടായിരുന്ന ചുണ്ണാമ്പ് പാളികൾ അലിയിച്ച് കളഞ്ഞതോടെ അവിടെ വലിയ വൻ ഗർത്തങ്ങൾ, കുഴികളൊക്കെ രൂപപ്പെട്ടു. പിന്നീട് കടലിൽ വെള്ളം നിറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇത്തരം കുഴികളിൽ ഈ മഴവെള്ളം, ശുദ്ധജലം കുടുങ്ങിപ്പോയി എന്നതാണ് രസം. ഇത്തരം അണ്ടർ വാട്ടർ കിണറുകൾ ഇപ്പോഴും മെഡിറ്ററേനിയൻ കടലിന്റെ അടിയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഏതാണ്ട് 10,000 വർഷങ്ങൾ കൊണ്ട് ഈ മെഡിറ്ററേനിയനിലെ 70% ജലം വറ്റിപ്പോയി എന്നാണ് കണക്ക്. ചുരുക്കത്തിൽ ഏതാണ്ട് 3 കിലോമീറ്റർ ആവറേജ് താഴ്ചയുള്ള കൂറ്റൻ ഗർത്തമായിട്ട് നമ്മുടെ ഈ മെഡിറ്ററേനിയൻ ഇപ്പോൾ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇത്രയും ആഴത്തിലേക്ക് പോയാൽ വായുവിന്റെ മർദ്ദം വർദ്ധിക്കുകയും അഡിയബാറ്റിക് ഹീറ്റിംഗ് സംഭവിക്കുകയും ചെയ്യും. അതായത് സാധാരണ സമുദ്രനിരപ്പിലുള്ളതിനേക്കാളും 40 ഡിഗ്രി സെൽഷ്യസ് ചൂട് കൂടുതലായിരുന്നു പല സ്ഥലങ്ങളിലും. അതായത് മെഡിറ്ററേനിയന്റെ അടിത്തട്ടിലേക്ക് പോയി കഴിയുമ്പോഴേക്കും ചൂട് കൂടി വന്നിട്ട് 40 ഡിഗ്രി വരെ ചൂട് കൂടുതലായിരുന്നു പല സ്ഥലങ്ങളിലും ഉണ്ടായിരുന്നത്. ഏതാണ്ട് 1 മില്യൺ ക്യൂബിക് കിലോമീറ്റർ ഉപ്പാണ് ആ സമയം അടിഞ്ഞുകൂടിയത് എന്നാണ് ഗവേഷകർ കണക്ക് കൂട്ടിയിരിക്കുന്നത്. ഇന്നും ഏതാണ്ട് 3 കിലോമീറ്റർ ഖനത്തിൽ ഉപ്പ് പാളികൾ ഈ മെഡിറ്ററേനിയന്റെ കടലിലെ അടിത്തട്ടിൽ ചെളിയിൽ പുതഞ്ഞു കിടപ്പുണ്ട്. എന്നാൽ അതിൻ്റെയൊക്കെ മുകളിൽ മരുഭൂമിയിലെ മണൽ കൂടി കിടപ്പുണ്ട് എന്നതാണ് ഏറ്റവും വലിയ അത്ഭുതം. ഇവിടുത്തെ ഉയർന്ന ചൂടിൽ രൂപപ്പെട്ട കൂറ്റൻ ചുഴലിക്കാറ്റുകൾ തന്നെയാണ് അകലെ നിന്ന് കരയിലെ മണലും മണ്ണും പൊടിയും ഒക്കെ ഈ ഉപ്പുപാളികൾക്ക് മുകളിൽ വിതറിയത്. അങ്ങനെ അവസാനം ഏതാണ്ട് 5.6 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് മെഡിറ്ററേനിയനും അറ്റ്ലാന്റിക്കുമായിട്ടുള്ള സകല ബന്ധവും പൂർണ്ണമായിട്ടും അടഞ്ഞതോടെ മെഡിറ്ററേനിയൻ ഒരു തിളയ്ക്കുന്ന ഉപ്പ് പാത്രമായിട്ട് മാറി. കടൽ വറ്റി വലിയ തടാകങ്ങൾ രൂപം കൊണ്ടു. ഒട്ടുമിക്ക കടൽ ജീവികളും ഇല്ലാണ്ടാവുകയും ചെയ്തു. പ്രകൃതിയിൽ എന്തെങ്കിലും ഒന്ന് നശിച്ചാൽ അത് മറ്റൊന്നിന് വളമാകുകയാണ് ചെയ്യുന്നത്. കടൽ വറ്റിയതോടെ ആഫ്രിക്കയിലെയും യൂറോപ്പിലെയും മൃഗങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കാനുള്ള ഒരു വലിയ പാതയാണ് തുറന്നു കിട്ടിയത്. ആഫ്രിക്കയിൽ നിന്നും യൂറോപ്പിലേക്കാണ് ആനിമൽ മൈഗ്രേഷൻ കൂടുതലായും നടന്നത്. നല്ല ചൂടുണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഇതുവഴി കടന്നുപോയതല്ലാതെ ഈ മെഡിറ്ററേനിയൻ ഭാഗത്ത് താഴ്ചയുള്ള സ്ഥലങ്ങളിൽ മൃഗങ്ങൾ സ്ഥിരതാമസമൊന്നും മുതിർന്നില്ല. എന്നാൽ ഈ മെഡിറ്ററേനിയൻ താഴ്വരയെ യൂറോപ്പിലേക്കുള്ള ഒരു ഇടനാഴിയായിട്ട് കണ്ട് ഇത് ഉപയോഗപ്പെടുത്തിയത് പെരിച്ചാഴിയുടെ വർഗത്തിൽപ്പെട്ട ഈ മരുഭൂമികളിലും വരണ്ട പ്രദേശങ്ങളിലൊക്കെ ജീവിക്കുന്ന ഗർബിൽസ് അല്ലെങ്കിൽ ജെർബിൽസ് എന്ന ചെറു ജീവികളാണ്. സ്പെയിനിലേക്കാണ് ഇവ ആഫ്രിക്കയിൽ നിന്നും കൂട്ടത്തോടെ കുടിയേറിയത്. ഇതിനെ ദി ഗ്രേറ്റ് ജെർബിൽ അല്ലെങ്കിൽ ഏർബിൽ ഇവന്റ് എന്നാണ് സയന്റിസ്റ്റുകൾ വിളിക്കുന്നത്. ഇവയുടെ പൂർവീകരായിട്ടുള്ള ജീവികളാണ് ഈ വരണ്ട കടൽ തട്ടിലൂടെ നടന്നിട്ട് ഐബീരിയൻ ഉപദ്വീപിൽ എത്തിച്ചേർന്നത്. ഇവ കൂടാതെ കുരങ്ങുകൾ, ഹിപ്പോകൾ, ആനകൾ, ജിറാഫുകൾ, ഒട്ടകങ്ങൾ, കുറുക്കന്മാർ, ചെന്നായ്ക്കൾ, ആമകൾ, തവളകൾ, പല്ലികൾ, പാമ്പുകൾ, അങ്ങനെ പല ജീവികളുടെയും അന്നുണ്ടായിരുന്ന പൂർവികർ ഈ മെഡിറ്ററേനിയൻ വഴി യൂറോപ്പിൽ എത്തിച്ചേർന്നു. ഇതിൽ ചിലതൊക്കെ നിലനിന്നു, മറ്റു ചിലതൊക്കെ പരിണമിച്ച് ഇന്നത്തെ നിലയിലൊക്കെ ആയിത്തീരുകയും ചെയ്തു. ചൂടും പൊടിക്കാറ്റും കാരണമാവും മിക്ക ജീവികളുടെയും യാത്ര വലിയ ദുരന്തത്തിലാണ് അവസാനിച്ചത്. അവയെല്ലാം പാതി വഴിക്ക് തന്നെ ചത്തൊടുങ്ങി. ചില ടൈപ്പ് മൂങ്ങകളും കഴുകന്മാരൊക്കെ ഈ സമയത്താണ് യൂറോപ്പിലേക്ക് ചേക്കേറിയത്. മെഡിറ്ററേനിയൻ ഉപ്പ് മരുഭൂമി മറികടക്കുവാൻ സാധിക്കാതിരുന്ന ചില ജീവികൾ അവിടെ തന്നെ ഉണ്ടായിരുന്ന ചൂട് കുറവുള്ള ഉയരമുള്ള സ്ഥലങ്ങളിലേക്ക് ചെന്ന് താമസിക്കുകയാണ് ചെയ്തത്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ മയോഡ്രാഗസ് എന്ന് പറഞ്ഞ കുള്ളനാടിൻ്റെയും ഡോർമൈസ് എന്ന് പറഞ്ഞ കരണ്ട് തീനിയുടെയും ന്യൂറാലാഗസ് എന്ന ഭീമൻ മൊയിലിൻ്റെയും ഒക്കെ പൂർവികര് ഇത്തരത്തിൽ അന്ന് ചൂടേറിയ മെഡിറ്ററേനിയൻ താഴ്വരയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഉയരെ കൂടുതലുള്ള സ്ഥലങ്ങളിലേക്ക് കയറി വന്നവരാണ്. പിന്നീട് ഈ മെഡിറ്ററേനിയൻ കടലിൽ ഈ അറ്റ്ലാന്റിക്കിലെ വെള്ളം വന്ന് നിറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും
ഉയരക്കൂടുതൽ ഉണ്ടായിരുന്ന ഈ സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഇവന്മാര് അത് പെട്ടുപോയി. ഈ സ്ഥലങ്ങൾ ഉയരക്കൂടുതലുണ്ടായിരുന്ന ഈ സ്ഥലങ്ങളൊക്കെ എന്തായി ഓരോ ദ്വീപുകളായിട്ട് മാറുകയും ഇവരെല്ലാം അവിടെ ഒറ്റപ്പെട്ടു പോവുകയും അവിടുത്തെ പ്രത്യേക പരിസ്ഥിതി കാരണം പരിണമിച്ച് ചെറുതാവുകയും വലുതാവുകയും ഒക്കെ ചെയ്തു. ഇന്നത്തെ സിസിലി, മാൾട്ട, സൈപ്രസ്, മയോർക്ക തുടങ്ങിയ ദ്വീപുകളൊക്കെ അന്നത്തെ കാലത്തെ ഉയർന്ന പ്രദേശങ്ങളായിരുന്നു. ഇത് വറ്റി വരണ്ട് കിടന്ന സമയത്ത്. പിന്നീട് വെള്ളം വന്ന് കഴിഞ്ഞപ്പോഴേക്കും അതെല്ലാം ഇന്ന് കാണുന്ന ദ്വീപുകളായിട്ട് മാറി. ആ ദ്വീപുകളിലാണ് നമ്മൾ മുമ്പ് പറഞ്ഞ ആ ജീവികളൊക്കെ കുടുങ്ങിപ്പോയത്. അങ്ങനെ ഈ രീതിയിൽ ഭൂമിയിലെ മുഴുവൻ കാലാവസ്ഥയും സ്വാധീനിച്ചുകൊണ്ട് മെഡിറ്ററേനിയൻ കടൽ വറ്റി വരണ്ട് കിടന്നത് ഏതാണ്ട് 6,40,000 വർഷങ്ങളാണ്. ഈ 6,00,000 വർഷങ്ങളെ നമുക്ക് മൂന്നായിട്ട് തിരിക്കാം. ഒന്ന് 5.97 മുതൽ 5.6 ദശലക്ഷം വർഷങ്ങൾ വരെയുള്ള കാലം. അന്നാണ് ഈ മെഡിറ്ററേനിയൻ സാവധാനം വറ്റാൻ തുടങ്ങിയത്. ജിപ്സം തൂണുകൾ ഈ ഘട്ടത്തിലാണ് ഉണ്ടായത്. 2 പിന്നീടുള്ള 10,000 വർഷങ്ങൾ കൊണ്ട് കടൽ ഏതാണ്ട് പൂർണ്ണമായിട്ട് തന്നെ, അതായത് ഏതാണ്ട് 70% വറ്റി. ഈ സമയത്താണ് ഉപ്പ് പാളികൾ ഉണ്ടായത്. ഈ സമയത്താണ് ലോകം മുഴുവനും കടലിലെ ഉപ്പിന്റെ ആ ഒരു അംശം കുറയുകയും ധ്രുവങ്ങളിൽ കൂടുതൽ ഐസ് പാളികൾ രൂപപ്പെട്ടു തുടങ്ങുകയും ചെയ്തത്. 5.55 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് വരെയും ഈ അവസ്ഥ തുടർന്നു. പിന്നെയുള്ള അവസാനത്തെ 2 വർഷങ്ങൾക്കുള്ളിലാണ് തൊട്ടടുത്ത് കിടന്നിരുന്ന ഈ പാരാറ്റസിസ് എന്ന് പറഞ്ഞ ആ വലിയ തടാകത്തിൽ നിന്നും വെള്ളം ഈ മെഡിറ്ററേനിയൻ കടലിലേക്ക്, കടലല്ല, ആ ഒരു താഴ്വരയിലേക്ക് ഒഴുകാൻ തുടങ്ങുകയും വലിയ ഉപ്പ് തടാകങ്ങൾ ഉണ്ടാകുകയും ചെയ്തത്. ലാഗോമാരെ എന്നാണ് നമ്മൾ ഈ കാലഘട്ടത്തെ വിളിക്കുന്നത്. ഈ തടാകങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ അവസാനത്തെ 2 ലക്ഷം വർഷങ്ങൾ മെഡിറ്ററേനിയൻ ഏതാണ്ട് പൂർണ്ണമായിട്ട് തന്നെ വറ്റി വരണ്ട് കിടക്കുകയായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. പക്ഷേ മെസീനിയൻ സാലിനിറ്റി ക്രൈസിസ് എന്നറിയപ്പെടുന്ന ഈ ഒരു സംഭവം നമ്മൾ മനുഷ്യരുടെ പരിണാമത്തെ, നമ്മുടെ സ്വഭാവത്തെ തന്നെ മാറ്റിമറിച്ചു എന്നതാണ് ഏറ്റവും വലിയ അത്ഭുതം. ഈ ഇവന്റ് തുടങ്ങിയ സമയം ഏതാണ്ട് 6-7 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് മെഡിറ്ററേനിയന്റെ തെക്ക് ആഫ്രിക്കൻ കാടുകളിൽ നമ്മുടെ പൂർവികരായിട്ടുള്ള ജീവികൾ മരങ്ങളിൽ വസിക്കുന്നുണ്ടായിരുന്നു. സഹലാന്ത്രോപ്പസ് ചാഡൻസിസ് എന്ന ഹോമിനിഡ് ഇക്കാലത്ത് ആഫ്രിക്കയിൽ ഉണ്ടായിരുന്ന ഒന്നാണ്. ഇത് ഈ മനുഷ്യന്റെയും ചിമ്പാൻസികളുടെ ഒക്കെ പൊതുപൂർവികരിൽ പെടുന്ന ഒരാളാണോ, അതോ ഇത് ഗൊറില്ലകളുടെ കൂട്ടത്തിൽപ്പെടുന്ന മറ്റൊരു ജീവിയാണോ എന്നൊന്നും നമ്മൾ ഇതുവരെയും തീർച്ചപ്പെടുത്തിയിട്ടില്ല. 2001 വടക്കൻ ചാഡിലെ ഡിജുറാബ് മരുഭൂമിയിൽ നിന്നാണ് ഇതിന്റെ തലയോട്ടിയും മറ്റ് അവശിഷ്ടങ്ങളും നമ്മൾ കണ്ടെത്തിയത്. അടുത്തത് ഒറോറിൻ തുഗനൻസിസ് എന്ന് പറഞ്ഞ ഒരു ജീവിയാണ്. കെനിയയിൽ നിന്നാണ് ഈ ജീവിയുടെ ഫോസിൽസ് കണ്ടെത്തിയിട്ടുള്ളത്. ഒറോറിൻ എന്ന് പറഞ്ഞാൽ ആദിമ മനുഷ്യൻ എന്നാണ് അർത്ഥം. മെഡിറ്ററേനിയൻ പറ്റിയ സമയത്ത് തന്നെയാണ് ഇവയും അവിടെ ഉണ്ടായിരുന്നത്. ഇവയുടെ തുടയലിന്റെ ഘടനയിൽ നിന്നും നമുക്ക് ഒരു കാര്യം മനസ്സിലായി. 2 കാലുകളിൽ നിവർന്നു നിൽക്കാനും നടക്കുവാനൊക്കെ ഇവർക്ക് സാധിക്കുമായിരുന്നു. ഇത് നമ്മുടെ ഒരു അനുമാനമാണ്. എന്നാൽ ഇതേ സമയം മരങ്ങളിൽ കയറാനും ഇവയ്ക്ക് കഴിയുമായിരുന്നു. ഈ ഒരു പ്രത്യേകതകൾ കാരണം ആസ്ട്രലോപിത്തിക്കസുകൾക്ക് മുമ്പ് തന്നെ മനുഷ്യനിലേക്കുള്ള പരിണാമം ആരംഭിച്ചിരുന്നു എന്നാണ് ചില ഗവേഷകർ കരുതുന്നത്. ഇവിടെയാണ് സവാന ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞ ഒരു ആശയം കടന്നു വരുന്നത്. മെഡിറ്ററേനിയൻ വറ്റി വരേണ്ടത് ആഗോള കാലാവസ്ഥയെ തന്നെ കാര്യമായിട്ട് സ്വാധീനിച്ചു എന്ന് നമ്മൾ മുമ്പ് പറഞ്ഞതാണ്. തുടക്കത്തിൽ തണുപ്പ് വർദ്ധിച്ചെങ്കിലും ആഫ്രിക്ക പോലുള്ള സ്ഥലങ്ങളിലെ മഴക്കാലത്തെ ഇത് കാര്യമായിട്ട് തന്നെ സ്വാധീനിച്ചു. മൺസൂൺ മഴ ദുർബലമായതോടു കൂടിയിട്ട് ആഫ്രിക്കയിലെ വലിയ കാടുകൾ നശിച്ചിട്ട് വിശാലമായിട്ടുള്ള സവാന പുൽമേടുകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. മരങ്ങൾ കുറഞ്ഞ ഈ വിശാലമായിട്ടുള്ള പുൽമേടുകളിൽ ഇരപിടിയന്മാരായിട്ടുള്ള മൃഗങ്ങളെ ദൂരെ നിന്ന് തന്നെ കാണാനും ഭക്ഷണം തേടിയിട്ട് കൂടുതൽ ദൂരം വേഗത്തിൽ സഞ്ചരിക്കാനും ഈ 4 കാലിലുള്ള നടത്തം അത് പ്രായോഗികമായിരുന്നില്ല. അതിനാൽ ഈ പുതിയ തുറന്ന പരിസ്ഥിതിയിൽ അതിജീവിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ പൂർവികര് അവർക്ക് 2 കാലിൽ നിവർന്നു നിൽക്കേണ്ടി വരികയും നടക്കുകയും ചെയ്തു എന്നാണ് നമ്മൾ മുമ്പ് പറഞ്ഞ ഈ സവാന ഹൈപ്പോത്തസിസ് പറയുന്നത്. ഇതിപ്പോഴും വാദപ്രതിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ആശയം മാത്രമാണ്. ഇതൊക്കെ തെളിയിക്കണമെങ്കിൽ കൂടുതൽ ഫോസിൽസ് ഈ കാലങ്ങളിൽ നിന്നും നമുക്ക് ഇനിയും ലഭിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. നമുക്ക് ഈ മെഡിറ്ററേനിയനിലേക്ക് തന്നെ തിരിച്ചു വരാം. അങ്ങനെ 6,40,000 വർഷങ്ങൾ കഴിഞ്ഞു. ഭൂമിയിൽ ഒന്നും തന്നെയും സ്ഥിരമായിട്ട് നിലനിൽക്കില്ല എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ ഈ മെഡിറ്ററേനിയൻ ഭാഗത്തെ വരൾച്ചയുടെ കാലവും അവസാനിക്കാറായി. ഈ മെഡിറ്ററേനിയനിലേക്ക് കടൽ വെള്ളം വന്നുകൊണ്ടിരുന്ന വഴി ഇന്ന് ജിബ്രാൾട്ടർ കടലിലേക്ക് ഉള്ള സ്ഥലം തന്നെയായിരുന്നല്ലോ. ഇന്നത്തെ ജിബ്രാൾട്ടറിന് പകരം വടക്കും തെക്കും ഒക്കെ ഉണ്ടായിരുന്ന 2 ഗ്യാപ്പ്, അതിലൂടെയാണ് അറ്റ്ലാന്റിക്കിലെ ജലം ഈ മെഡിറ്ററേനിയൻ കടലിലേക്ക് വന്നിരുന്നത് എന്ന് നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നതാണ്. ടെക്ടോണിക് പ്ലേറ്റുകളുടെ ഉരസൽ മൂലം അത് വീണ്ടും അടഞ്ഞതുകൊണ്ടാണ് മെഡിറ്ററേനിയൻ വറ്റി വരേണ്ടത്. ഇനിയും ഇതേ വഴി തന്നെയാണ് വീണ്ടും തുറക്കാൻ പോകുന്നത്. പക്ഷെ ആര് തുറക്കും? പ്രകൃതി തന്നെ കഴിയണം. ടെക്ടോണിക് പ്ലേറ്റുകളുടെ ഉരസൽ മൂലം മുമ്പ് ഉയർന്നു പൊങ്ങിയ കരഭാഗങ്ങളൊക്കെ വീണ്ടും ഇതേ പ്രക്രിയ കാരണം തന്നെ സാവധാനം താന്നു തുടങ്ങി. ഇതിനും പുറമെ ഭൂമിയിൽ ചൂട് കൂടാൻ തുടങ്ങിയതോടെ ധ്രുവങ്ങളിലെ ഐസ് ഉരുകിയിട്ട് അറ്റ്ലാന്റിക്കിലെ വെള്ളത്തിന്റെ നിരപ്പ് ഉയരുവാനും തുടങ്ങി. അപ്പോൾ അറ്റ്ലാന്റിക്കിലും ഈ മെഡിറ്ററേനിയൻ ഇടയിലുള്ള ആ ഒരു ഭാഗം അത് സാവധാനം താഴുകയാണ്. ഇപ്പുറത്തെ വശത്തുള്ള അറ്റ്ലാന്റിക്കിലെ വെള്ളം ഉയർന്നു വരികയാണ്. ഈ മെഡിറ്ററേനിയൻ കടലിലെ വരൾച്ച തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും മഞ്ഞ് പാളികൾ കൂടുകയും ജലനിരപ്പ് കുറയുകയും ചെയ്തതാണ്. ഇത് നമ്മൾ മുമ്പ് പറഞ്ഞതാണ്. എന്നാൽ ഇതിനിടയിൽ ഭൂമിയുടെ ഭ്രമണപഥത്തിലുണ്ടായ ചെറിയ വ്യതിയാനങ്ങൾ കാരണം സൂര്യവികിരണങ്ങളുടെ ആ റേഡിയേഷന്റെ അളവ് കൂടുകയും ഭൂമിയിലെ ചൂട് ക്രമേണ വർദ്ധിക്കുവാൻ തുടങ്ങുകയും ചെയ്തിരുന്നു. അതായത്
അറ്റ്ലാന്റിക്കിനും മെഡിറ്ററേനിയനും ഇടയിൽ ഇപ്പോൾ ഉള്ള കരഭാഗത്തിന്റെ ഉയരം കുറയാൻ തുടങ്ങി. അതേസമയം സമുദ്രജലത്തിന്റെ ലെവല് കൂടാനും തുടങ്ങി. ഒരു ദിവസം പൊടുന്നതിന് ഇതിനിടയിലുള്ള ആ ഗ്യാപ്പ് അങ്ങ് പൊട്ടിപ്പോയിട്ട് അറ്റ്ലാന്റിക്കിലെ വെള്ളം അങ്ങോട്ട് കുത്തി ഒലിച്ചിട്ട് നേരെ ഈ മെഡിറ്ററേനിയൻ കടലിലേക്ക് വന്നു. അങ്ങനെയല്ല ഈ കഥ. തുടക്കത്തിൽ ചെറിയൊരു വിടവിലൂടെയാവും അറ്റ്ലാന്റിക്കിലെ ജലം മെഡിറ്ററേനിയൻ ഭാഗത്തേക്ക് സാവധാനം ഒഴുകാൻ തുടങ്ങിയിട്ടുണ്ടാവുക. ഉയരം കൂടുതലുള്ള അറ്റ്ലാന്റിക് ഭാഗത്തു നിന്നും പല തട്ടുകളായിട്ട് ഒരു കാസ്കേഡ് പോലെയാവും ആദ്യമൊക്കെ ജലം നമ്മുടെ ഈ മെഡിറ്ററേനിയൻ ഭാഗത്തേക്ക് ഒഴുകി ഇറങ്ങിയിട്ടുണ്ടാവുക. എന്നാൽ തുടർച്ചയായിട്ടുള്ള ഈ ഒഴുക്കിന്റെ ശക്തി ക്രമേണ കൂടി കൂടി വന്നിട്ടുണ്ടാവും. അതോടെ കൂടുതൽ കരഭാഗങ്ങൾ മണ്ണൊലിപ്പിൽ തകർന്നു പോയിട്ടുണ്ടാവാനും സാധ്യതയുണ്ട്. ഈ സമയങ്ങളിൽ കനത്ത മഴയും ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ആയിരക്കണക്കിന് വർഷങ്ങൾ കൊണ്ടാവണം അറ്റ്ലാന്റിക്കിൽ നിന്നും ജലം മെഡിറ്ററേനിയൻ ഭാഗത്തേക്ക് പൂർണ്ണമായ അളവിൽ കുത്തി ഒഴുകാനായിട്ട് തുടങ്ങിയത്. അറ്റ്ലാന്റിക്കിനും ഈ പറഞ്ഞ മെഡിറ്ററേനിയൻ കടലിനും ഇടയിൽ ഒരു ഭീമൻ ഉയരമുള്ള വലിയൊരു കൂറ്റൻ വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നതായിട്ട് സങ്കല്പിക്കരുത്. കിലോമീറ്റേഴ്സ് നീളമുള്ള ഒരു ചെരിഞ്ഞ റാമ്പിലൂടെ വെള്ളം ഒഴുകുന്നത് പോലെയാവും ഇത് സംഭവിച്ചിട്ടുണ്ടാവുക. പക്ഷേ ഒരു കടല് മറ്റൊരു കടലിലേക്ക് ഒഴുകുന്ന പരിപാടിയാണിത്. അതുകൊണ്ട് തന്നെ നമുക്ക് സങ്കല്പിക്കാൻ പോലും സാധിക്കാത്ത രീതിയിലുള്ള അളവ്, അത്രയും അളവ് വെള്ളവും അതിഭീകരമായ വേഗതയൊക്കെ ഈ ഒഴുക്കിനുണ്ടായിരുന്നു. ഇതിൻ്റെയൊക്കെ കമ്പ്യൂട്ടർ മോഡൽസ് ഈ ഗവേഷകർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ആ ഡേറ്റ വെച്ചിട്ട് നോക്കിയാൽ സെക്കൻഡിൽ ഏതാണ്ട് 100 മില്യൺ ഘനമീറ്റർ വെള്ളം, അതായത് ഒളിമ്പിക്സിലെ മത്സരങ്ങൾ നടക്കുന്ന വലിയ സ്വിമ്മിംഗ് പൂളില്ലേ, അത്തരം 40,000 ഒളിമ്പിക്സ് നീന്തൽ കുളങ്ങൾ, അത്രയും വെള്ളം ഒറ്റ സെക്കൻഡിൽ ഇരച്ചു കയറുന്ന ഒരവസ്ഥയാണ് അന്നുണ്ടായിരുന്നത്. ആമസോൺ നദി അറ്റ്ലാന്റിക്കിലേക്ക് ജലം തള്ളിക്കയറ്റുന്നതിൻ്റെ ഏതാണ്ട് 1000 മടങ്ങ് ശക്തിയിലായിരുന്നു ഈ മെഡിറ്ററേനിയനിലേക്ക് വെള്ളം ഇരച്ചെത്തിയത്. മണിക്കൂറിൽ 140 കിലോമീറ്റർ വേഗതയെങ്കിലും ഈ ഒഴുക്കിനുണ്ടായിരുന്നു. ആ ഒരു ശബ്ദം ഒരു പക്ഷേ 100 കണക്കിന് കിലോമീറ്റേഴ്സ് അകലെ നിന്ന് പോലും കേൾക്കാൻ സാധിക്കുമായിരുന്നു. ഈ സമയം ആഫ്രിക്കയിൽ തൊട്ടടുത്തുള്ള ഭാഗങ്ങളിൽ മരങ്ങളിൽ നിന്നും താഴേക്ക് ഇറങ്ങിയിട്ട് സവാന പുൽമേടുകളിലൂടെ നടക്കാൻ തുടങ്ങിയിരുന്ന നമ്മുടെ പൂർവികർ ഈ ഒരു ഭയാനക ശബ്ദം ഒരുപക്ഷെ കേട്ട് ഞെട്ടിയിട്ടുണ്ടാവാം. ഈ ഒഴുകിക്കയറുന്ന വെള്ളത്തിന് ചുറ്റിനും തങ്ങളുടെ പിൻഗാമികൾ വലിയ നഗരങ്ങൾ തന്നെ കെട്ടിപ്പടുക്കുമെന്നോ ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം അവർ ഈ സംഭവം കണ്ടെത്തുമെന്നോ ഇപ്പോൾ ഇതുപോലെ പറയുമെന്നോ അവരൊരിക്കലും ചിന്തിച്ച് കാണത്തില്ലല്ലോ. നമ്മുടെ ഈ കടലിനെ, ഈ മെഡിറ്ററേനിയൻ കടലിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാൻ പറ്റും. അതായത് ഇതിൻ്റെ നടുക്ക് ഉയരം കൂടിയ ഒരു സ്ഥലമുണ്ട്. ഇറ്റലിയും സിസിലിയൊക്കെ കിടക്കുന്ന ആ ഭാഗമില്ലേ, ആ ഭാഗത്ത് കുറച്ച് ഉയരം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ അറ്റ്ലാന്റിക്കിൽ നിന്ന് വന്ന ആ കടൽ വെള്ളം നേരെ ആദ്യമേ നിറച്ചത് ഈ സിസിലിയുടെയും ഇറ്റലിയുടെയും ഇടത്ത് ഭാഗം, പടിഞ്ഞാറ് ഭാഗമാണ് ആദ്യമേ നിറച്ചത്. കാരണം അതിൻ്റെ ഇടയിൽ കുറച്ച് ഉയരം കൂടിയ ഒരു സ്ഥലം ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ആ ഭാഗം വേറൊരു സെപ്പറേറ്റ് ഭാഗമായിട്ട് കിടന്നതുകൊണ്ട് തന്നെ ഈ ഇടതുവശത്തെ ഭാഗം ഭൂപടം നോക്കിക്കഴിഞ്ഞാൽ അറ്റ്ലാന്റിക്കിൽ വെള്ളം വന്ന് കയറുന്ന ആ ഒരു ഭാഗം, പടിഞ്ഞാറ് ഭാഗമാണ് ആദ്യമേ അങ്ങ് നിറഞ്ഞത്. എന്നാൽ അത് നിറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അതിൻ്റെ ഇടയിലുള്ള ആ വരമ്പ് അങ്ങ് പൊട്ടിപ്പോവും. ആ പാറക്കെട്ടുകൾ തകർന്നു പോവുകയും വെള്ളം പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ട് കുത്തി ഒലിക്കാൻ തുടങ്ങുകയും ചെയ്യും. ഇന്നും ഈ സിസിലിയുടെ അരികിലുള്ള കടൽത്തട്ടിൽ W ആകൃതിയിലുള്ള ഒരു ചാല് നമുക്ക് കാണാൻ സാധിക്കും. അവിടെ ഉണ്ടായിരുന്ന പാറക്കെട്ടുകളെ തകർത്തിട്ട് അതിൻ്റെ ഇടയിലൂടെ ജലം കുത്തി ഒഴുകിയതിൻ്റെ പാടുകൾ ഇന്നുമുണ്ട്. 20 കിലോമീറ്ററോളം വീതിയും 270 മീറ്ററോളം താഴ്ചയുമുള്ള ഒരു വലിയ ചാനലായിരുന്നു ഇത്. ഉണങ്ങിക്കിടക്കുന്ന സ്ഥലത്തുകൂടി ജലം ഒഴുകാൻ തുടങ്ങിയാൽ അനേകം ചാലുകൾ രൂപപ്പെടും. അത്തരം 300-ലധികം ചാലുകളും വരമ്പുകളും സിസിലിക്കടുത്തുള്ള കടൽത്തട്ടിൽ ഇന്നും അവശേഷിക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ കാലപ്പഴക്കം നിർണ്ണയിച്ചപ്പോഴേക്കും കൃത്യം 5.33 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രളയം നടന്ന സമയത്ത് തന്നെയാണ് ഇതൊക്കെ ഉണ്ടായിരുന്നതെന്ന് നമുക്ക് തെളിയിക്കുവാനും സാധിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഈ വെള്ളം കയറി വരുന്നതിൻ്റെ ആ ഒരു അളവ്, നിരക്ക് എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ആ ഒരു സ്പീഡിലാണ്. ചില ദിവസങ്ങളിൽ 10 മീറ്ററിലധികം ജലനിരപ്പ് ഉയർന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഈ ഭീമൻ ജലപ്രളയം കാരണം ഭൂകമ്പങ്ങളും സുനാമികളും മെഡിറ്ററേനിയൻ ഭാഗത്തുണ്ടായിട്ടുണ്ട്. വെറും 2 വർഷം കൊണ്ട് ഈ മെഡിറ്ററേനിയനിലെ 90% ജലവും നിറഞ്ഞു എന്നാണ് കമ്പ്യൂട്ടർ മോഡൽസ് നമ്മളോട് പറയുന്നത്. അപ്പോൾ ആ ഒഴുക്കിന്റെ ശക്തി എന്തായിരുന്നു എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. കടൽ വീണ്ടും നിറഞ്ഞതോടെ താഴ്വരകളിൽ ജീവിച്ചിരുന്ന ഒട്ടുമിക്ക ജീവികളും ചത്തുടങ്ങി പോയിട്ടുണ്ടാവും. എന്നാൽ മുമ്പ് പറഞ്ഞതുപോലെ ഉയരം കൂടിയ മലകളിൽ ജീവിച്ചിരുന്ന ജീവികൾ വെള്ളം ഉയർന്നു കഴിഞ്ഞപ്പോഴേക്കും അവിടെ തന്നെ ഒറ്റപ്പെട്ടു പോവുകയും പുതിയ ജീവിവർഗമായിട്ട് പരിണമിച്ച് ഏതാണ്ട് 4000 കൊല്ലങ്ങൾക്ക് മുമ്പ് വരെയും, അതായത് മനുഷ്യൻ ആ ദ്വീപുകളിൽ എത്തിപ്പെടുന്നത് വരെയും അവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കുകയും ചെയ്തു. ഇതേ സമയം അറ്റ്ലാന്റിക്കിൽ നിന്നുള്ള ജലജീവികൾ മെഡിറ്ററേനിയൻ ഭാഗത്ത് എത്തിച്ചേരുകയും അവിടെ ആധിപത്യം സ്ഥാപിച്ച് ജീവിക്കാൻ തുടങ്ങുകയും ചെയ്തു. ഈ മഹാപ്രളയത്തെ സാംഗ്ലിയൻ ഫ്ലഡ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. സാംഗ്ലിയൻ ഏജ് എന്ന് പറഞ്ഞ കാലഘട്ടത്തിലാണ് ഈ മഹാപ്രളയം നടന്നത്. ഇറ്റലിയിലെ സിസിലിയിൽ ഇന്നുള്ള മെസ്സീന എന്ന നഗരത്തിന്റെ പഴയ പേരാണ് ഈ സാംഗ്ല എന്ന്. അരിവാൾ എന്നാണ് അർത്ഥം. കാരണം ഇവിടുത്തെ തുറമുഖത്തിന് ഏതാണ്ട് അരിവാളിന്റെ ആകൃതിയാണ് ഉള്ളത്. അങ്ങനെ ആ കാലഘട്ടത്തിന് സാംഗ്ലിയൻ എന്ന് പേര് വന്നു. അന്നുണ്ടായ ഈ ഫ്ലഡിന് സാംഗ്ലിയൻ ഫ്ലഡ് എന്ന് പറഞ്ഞ പേര് നമ്മൾ വിളിക്കാനും തുടങ്ങി. അന്ന് അറ്റ്ലാന്റിക്കിൽ നിന്നും മെഡിറ്ററേനിയൻ ഭാഗത്തേക്ക് ജലം കുത്തി ഒഴുകിയ ആ സ്ഥലമാണ്
ഇന്ന് ജിബ്രാട്ടൽ കടലിടുക്ക് എന്ന് പറഞ്ഞ പേരിൽ നമ്മൾ വിളിക്കുന്നത്. ഇന്നും ജിബ്രാട്ടറിൽ പോയി കഴിഞ്ഞാൽ ഈ വിടവ് ആരോ വെട്ടിമുറിച്ച് ഉണ്ടാക്കിയതുപോലെയാണ് നമുക്കും തോന്നുക. പണ്ട് ഗ്രീക്കുകാർക്കും അത് തന്നെയാണ് തോന്നിയത്. പ്ലിനി ദി എൽഡർ 1-ാം നൂറ്റാണ്ടിൽ എഴുതിയ ഹിസ്റ്റോറിയ നാച്ചുറാലിസ് എന്ന് പറഞ്ഞ പുസ്തകത്തിൽ ഹെർക്കുലീസ് ആണ് ഭൂമി വെട്ടിപ്പിളർന്നിട്ട് ഈ കനാൽ ഉണ്ടാക്കിയത് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഈ വലിയൊരു സംഭവത്തെ രസകരമായ രീതിയിൽ ഒന്ന് മാറ്റി പറഞ്ഞാൽ ശരിക്കും നടന്നത് എന്താണ്? ഏതാണ്ട് 7.25 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് പസഫിക് പ്ലേറ്റ് ചെറുതായിട്ടൊന്ന് അനങ്ങി. എന്നിട്ട് എന്ത് പറ്റി? ഒരു കടല് പറ്റി. മരത്തിൽ താമസിച്ചിരുന്ന കുറച്ച് ജീവികൾ നിലത്തിറങ്ങി നടക്കാൻ തുടങ്ങി. ഇത് സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ മനുഷ്യൻ എന്ന വർഗ്ഗമേ ഈ ഭൂമിയിൽ ഉണ്ടാവുമായിരുന്നില്ല. ഇനി ഇതിന്റെ അവസാനം നമുക്ക് അത്ഭുതം തോന്നുന്ന എന്നാൽ രസകരമായിട്ടുള്ള ഒരു ടെയിൽ എൻഡ് കൂടി ഞാൻ പറയാം. മെഡിറ്ററേനിയനിലെ വരൾച്ചയും തുടർന്നുണ്ടായിട്ടുള്ള സാംഗ്ലിയൻ പ്രളയമൊക്കെ കഴിഞ്ഞിട്ട് 46 ലക്ഷം വർഷങ്ങൾ കഴിഞ്ഞു. അതായത് ഇന്നേക്ക് 7 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ്. ആ സമയത്ത് ഭൂമിയിൽ വലിയൊരു ഹിമയുഗത്തിന്റെ പീക്ക് അവസ്ഥയായിരുന്നു. അതായത് ധ്രുവങ്ങളിലെ ഐസ് വന്ന് മൂടിയിട്ട് കടലിലെ ജലനിരപ്പ് നല്ല രീതിയിൽ കുറഞ്ഞു കിടക്കുന്ന ഒരു സമയം. ഈ സമയത്ത് ഈ മെഡിറ്ററേനിയനിലെ ബലേറിക് ദ്വീപുകളിൽ നമ്മൾ വീഡിയോയുടെ ആദ്യം പറഞ്ഞ കുള്ളൻ ആടുകളും ഭീമൻ എലികളും ഒക്കെ ജീവിക്കുന്നുണ്ട്. പക്ഷെ ഭീമൻ മുയലുകൾ ഈ സമയം കൊണ്ട് വംശനാശം സംഭവിച്ചിട്ട് ഇല്ലാണ്ടായി പോയിട്ടുണ്ടായിരുന്നു. ചെറിയ ദ്വീപിലെ ഭക്ഷണത്തിനായിട്ട് ഈ നമ്മൾ മുമ്പ് പറഞ്ഞ കുള്ളൻ ആടുകളും ഒക്കെ ആയിട്ട് മത്സരിച്ച് പരാജയപ്പെട്ടിട്ടാണ് ഈ ഭീമൻ മുയലുകൾ അവിടെ നിന്നും പിൻവാങ്ങിയത്. പക്ഷേ 6-7 ലക്ഷം വർഷം മുമ്പുള്ള ഈ ഹിമയുഗത്തിൽ നമ്മുടെ ശ്രദ്ധ ഇനി പോകുന്നത് ആ ദ്വീപുകളിലേക്കല്ല, ഇറ്റലിയുടെ തൊട്ട് താഴെ കിടക്കുന്ന സിസിലിയിലേക്കാണ്. വെള്ളം കുറഞ്ഞതോടെ ഇറ്റലിക്കും സിസിലിക്കും ഇടയിൽ വലിയൊരു കരമാർഗം തെളിഞ്ഞു വന്നു. ഈ വഴിയിലൂടെ അക്കാലത്ത് യൂറോപ്പിൽ ഉണ്ടായിരുന്ന സ്ട്രെയിറ്റ് ടസ്ക്ഡ് ആനകൾ സിസിലിയിൽ എത്തിച്ചേർന്നു. ഇറ്റലിക്കും സിസിലിക്കും ഇടയിൽ പൂർണ്ണമായിട്ടും കര ഉണ്ടായിരുന്നോ എന്നൊന്നും നമുക്ക് ഉറപ്പില്ല. കുറച്ച് സ്ഥലങ്ങൾ നീന്തിയിട്ടുണ്ടാവാം ഈ ജീവികൾ. അവിടെ നിന്നും ഇവ തൊട്ടടുത്തുള്ള മാൾട്ട ദ്വീപിലും എത്തിച്ചേർന്നു. ഏതാണ്ട് 4 മീറ്റർ ഉയരമുണ്ടായിരുന്ന ഭീമൻ ആനകളായിരുന്നു ഇത്. പക്ഷേ മുമ്പ് നമ്മൾ പറഞ്ഞ ആടുകൾക്കും എലികൾക്കും മുയലുകൾക്കും കിട്ടിയ പണി ഇവന്മാർക്കും കിട്ടി. ഹിമയുഗം അവസാനിച്ചതോടെ ഇവന്മാർ വന്ന വഴികളിലേക്ക് കടൽ വന്ന് മൂടുകയും ഈ ആനകൾ സിസിലിയിലും മാൾട്ടയിലും ഒറ്റപ്പെട്ടു പോവുകയും ചെയ്തു. ചെറിയ സ്ഥലം, ഭക്ഷണത്തിന്റെ കുറവ്, ചുരുക്കത്തില് ഐലൻഡ് ഡ്വാർഫിസം എന്ന പ്രതിഭാസം ഇവിടെയും നടന്നു. 10,000 വർഷങ്ങൾ കൊണ്ട് ഈ ആനകൾ ചുരുങ്ങി ചുരുങ്ങി കുള്ളൻ ആനകളായിട്ട് മാറി. വെറും 1 മീറ്റർ മാത്രമായിരുന്നു ഇവയുടെ ഉയരം. ജനിച്ച് വീഴുമ്പോൾ ഒരു പൂച്ചയുടെ വലിപ്പം മാത്രമാണ് ഈ ആനകൾക്ക് ഉണ്ടായിരുന്നത്. ഇവിടെ വളർച്ച വളരെ സാവധാനമായിരുന്നു. അതുകൊണ്ട് തന്നെ 68 വർഷം വരെയും ഇവർക്ക് ആയുസ്സും ഉണ്ടായിരുന്നു. എന്നാൽ പലവിധ കാരണങ്ങളാൽ ഏതാണ്ട് 2 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഇവയ്ക്ക് വംശനാശം സംഭവിക്കുകയാണ് ചെയ്തത്. എന്നാൽ ഇവയ്ക്ക് വംശനാശം സംഭവിച്ചതിന്റെ പുറകെ മറ്റൊരു ഹിമയുഗം കൂടി ഭൂമിയിൽ ഉണ്ടായി. വീണ്ടും കടൽ നിരപ്പ് താന്നു. പഴയതുപോലെ മറ്റൊരു കൂട്ടം സ്ട്രെയിറ്റ് ടസ്ക്ഡ് ആനകൾ സിസിലിയിലും മാൾട്ടയിലും വീണ്ടും എത്തിച്ചേർന്നു. പക്ഷേ ഇപ്രാവശ്യം ഇവന്മാർ ഒറ്റയ്ക്കായിരുന്നില്ല. ഇതിന്റെ കൂട്ടത്തിൽ ഇരപിടിയന്മാരായിട്ടുള്ള സിംഹങ്ങൾ, കഴുതപ്പോരികൾ, ചെന്നായ്ക്കൾ, കരടികൾ, ഹിപ്പോകൾ, ഇതെല്ലാം ഇവയുടെ എല്ലാം പൂർവികര് സിസിലിയിലും മാൾട്ടയിലും എത്തിച്ചേർന്നു. അതുകൊണ്ട് തന്നെ മുമ്പ് വന്ന ആനകളെക്കാളും കൂടുതൽ ഭീഷണിയുള്ള സാഹചര്യത്തിലാണ് ഈ പുതിയ ആനകൾക്ക് ദ്വീപിൽ കഴിയേണ്ടി വന്നത്. വീണ്ടും ജലനിരപ്പ് ഉയർന്നതോടെ ഇവയും ദ്വീപിൽ കുടുങ്ങിപ്പോവുകയും ക്രമേണ നമ്മൾ മുമ്പ് പറഞ്ഞ ഐലൻഡ് ഡ്വാർഫിസത്തിന് വിധേയമായിട്ട് ഉയരക്കുറവുള്ള മറ്റൊരു വർഗ്ഗമായിട്ട് മാറുകയും ചെയ്തു. ഇപ്രാവശ്യം കൂട്ടത്തില് ആക്രമണകാരികളായിട്ടുള്ള മറ്റു മൃഗങ്ങൾ കൂടി ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ ഇവിടെ വലിപ്പം തീരെ അങ്ങ് കുറഞ്ഞില്ല. തീരെ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ഈ മറ്റു മൃഗങ്ങൾ ഇവയെ പിടിച്ച് തിന്നും. ഈ 2-ാം ഗ്രൂപ്പ് കുള്ളൻ ആനകൾക്ക് 2 മീറ്റർ ഉയരമാണ് ഉണ്ടായിരുന്നത്. ആദ്യം ഉണ്ടായിരുന്നവയ്ക്ക് 1 മീറ്റർ. കാരണം അവർക്ക് ഭീഷണിയൊന്നും ഉണ്ടായിരുന്നില്ല, ശത്രുക്കൾ ഉണ്ടായിരുന്നില്ല. മാൾട്ടയിൽ ഏതാണ്ട് 80,000 വർഷങ്ങൾക്ക് മുമ്പ് വരെയും സിസിലിയിൽ 20,000 വർഷങ്ങൾക്ക് മുമ്പ് വരെയും ഈ ആനകൾ ഉണ്ടായിരുന്നു എന്നാണ് ഫോസിലുകൾ സൂചിപ്പിക്കുന്നത്. വീണ്ടും ഒരു 6,000 വർഷങ്ങൾക്ക് ശേഷം നമ്മൾ മനുഷ്യർ സിസിലിയിൽ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും അവിടെയുള്ള ഗുഹകളിൽ നിന്നും ഈ ആനകളുടെ തലയോട്ടികൾ നമ്മൾ കണ്ടെടുത്തു. ആനകളുടെ തലയോട്ടികൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. തുമ്പിക്കൈ തുടങ്ങുന്ന ഭാഗത്ത് വലിയൊരു കുഴിയാണുള്ളത്. പക്ഷെ അന്നത്തെ ആളുകൾ കരുതിയത് അവിടെ വലിയൊരു കണ്ണായിരുന്നു ഉണ്ടായിരുന്നത് എന്നാണ്. അതായത് ഒറ്റ കണ്ണുള്ള ഏതോ ഒരു രാക്ഷസന്റെ തലയോട്ടിയാണ് ഇത് എന്നാണ് അവർ തെറ്റിദ്ധരിച്ചത്. പിന്നീട് ഗ്രീക്കുകാർ ഈ രാക്ഷസന് ഒരു പേരും ഒരു കഥയൊക്കെ ഉണ്ടാക്കി കൊടുത്തു. അതാണ് ഗ്രീക്ക് പുരാണങ്ങളിലെ ഒറ്റക്കണ്ണന്മാരായിട്ടുള്ള സൈക്ലോപ്സ്. ഒഡീസി കണ്ടവര് ഈ സൈക്ലോപ്സിനെയും കണ്ടിട്ടുണ്ടാവും. അവസാനമായിട്ട് രസമുള്ള മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. ഈ 2-ാമത്തെ കുള്ളൻ ആനകൾ സിസിലിയിലും മാൾട്ടയിലും ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഇതേ ദ്വീപില് ഏതാണ്ട് ഈ ആനകളുടെ അത്രയും ഉയരം ഉണ്ടായിരുന്ന ഒരു പക്ഷിവർഗം കൂടി ഉണ്ടായിരുന്നു, സിഗ്നസ് ഫാൽക്കണറി. ഇതൊരു ഭീമൻ അരയന്നം അല്ലെങ്കിൽ ഹംസമായിരുന്നു. ഇവ ഈ ദ്വീപിൽ എത്തിയപ്പോഴേക്കും ചെറുതായിരുന്നു. പക്ഷേ ഇൻസുലാർ ജൈജാൻറ്റിസം കാരണം ഇവയ്ക്ക് 1.5 മീറ്റർ വരെയും ഉയരം വെക്കുകയാണ് ചെയ്തത്. അക്കാലത്ത് സിസിലിയിൽ ഉണ്ടായിരുന്ന കുള്ളൻ ആനകളുടെ അത്രയും ഉയരം. ആദ്യത്തെ ഗ്രൂപ്പ് കുള്ളൻ ആനകളെക്കാളും ഈ പക്ഷികൾക്ക് ഉയരം കൂടുതലുണ്ടായിരുന്നു. ഈ 2 ഗ്രൂപ്പ് ആനകളുടെ കാലത്തും ഈ പക്ഷികൾ ഈ 2 ദ്വീപുകളിലും ഇവരുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഇവയ്ക്ക് പറക്കാനുള്ള ശേഷിയൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു പക്ഷേ
ഭക്ഷണത്തിനായിട്ട് ഈ ഭീമൻ പക്ഷികളും അന്നത്തെ കുള്ളൻ ആനകളും തമ്മിൽ മത്സരിക്കുന്നത് ഒന്ന് ഭാവനയിൽ കണ്ടാൽ തന്നെ വളരെ വിചിത്രമായിട്ട് തന്നെ നമുക്ക് തോന്നും. ഏതാണ്ട് 1,50,000 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ഭീമൻ അരയന്നങ്ങൾ ഭൂമിയിൽ നിന്നും ഈ ദ്വീപുകളിൽ നിന്നും ഇല്ലാതായത്. അപ്പോൾ മെഡിറ്ററേനിയൻ വറ്റി കുളമായതിൻ്റെ കഥ ഇതോടെ അവസാനിക്കുകയാണ്. ഈ സംഭവത്തിലെ കഠിനമായിട്ടുള്ള ഭാഗങ്ങൾ തീർത്ത് ഒഴിവാക്കിയിട്ട് എനിക്ക് കഴിയുന്ന രീതിയിൽ ലളിതമാക്കി അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ സംഭവവുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ, ഫോസിൽസ് ഒക്കെ നെറ്റിൽ തിരഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ കണ്ടെത്താൻ സാധിക്കും. അക്കൂട്ടത്തിൽ സങ്കീർണമായവ ഒഴിവാക്കിയാണ് നമ്മൾ വീഡിയോ ചെയ്തിരിക്കുന്നത്. നമ്മൾ എല്ലാ വീഡിയോസും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. വർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിനന്ദിക്കുക, കമന്റ് ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.